അപ്പോൾ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് വളരെ എന്താ അനൗപചാരികമായിട്ടുള്ള പരിപാടിയാണ്. ദിസ് ഇസ് നത്തിങ് ഫോർമൽ. നിങ്ങളും ഞങ്ങളുടെ ഇടയിലുള്ള ഒരാളായിട്ട് തന്നെ കരുതുന്നുള്ളൂ. അപ്പോ വെൽക്കം. സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റ് 2020 ആദ്യത്തെ പ്രോഗ്രാമാണ്. അപ്പോ താങ്ക് യു ഫോർ ബീങ് ഹിയർ. അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ താങ്ക് യു പറയുന്ന വെച്ചാൽ ഇതിന്റെ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഐ ഓൾസോ വോണ്ട് ടു ബി എ പാർട്ട്. അപ്പൊ ഞാൻ ആ കാര്യങ്ങളൊക്കെ മറക്കും ലാസ്റ്റിലോട്ട്. അപ്പോ ഓവർ ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. മോഡറേറ്റർ ആയിട്ട് അനീസും ഉണ്ടാവും. ഐ വിൽ കീപ് മൈ വീഡിയോ ഓഫ്. ദാറ്റ്സ് ഓക്കേ, റൈറ്റ്? Yeah. So I think we can start. അപ്പം എന്റെ പേര് കമറുദ്ദീൻ എന്നാണ്. അപ്പോൾ ഞാനും വിനീതും കൂടെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കൂടെ അനീസ് ബ്രോ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ SOC യെ കുറിച്ചിട്ട് കുറെ നാളായിട്ട് കേൾക്കാറുണ്ട്. അനീസ് പലതവണ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊച്ചിയിലായതുകൊണ്ട് കുറച്ചു കാലമായിട്ട് എറണാകുളത്താണ് സെറ്റിൽ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും നിങ്ങളുടെ വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. വീഡിയോസും എല്ലാം ഫോട്ടോസ് എല്ലാം കാണാറുണ്ട്. ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു എനർജി കിട്ടുന്ന, ഒരുപാട് പോസിറ്റീവ് വൈബ് കിട്ടുന്ന കുറെ പ്രോഗ്രാംസ് ശരിക്കും കാണുന്ന സമയത്ത് മിസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളെ രണ്ടുപേരെ ഇൻക്ലൂഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഒന്നും കൂടെ വിശദമായിട്ട് പരിചയപ്പെടുന്നത്. എൻ്റെ പേര് കമറുദ്ദീൻ എന്നാണ്. ഞാൻ ആക്ച്വലി മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ്, വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലം. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ കൊച്ചിയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഞാനൊരു കോർപ്പറേറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനറാണ്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഔട്ട്ഡോർ, യൂഷ്വലി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻഡോറിലായിരിക്കും നടക്കാറുണ്ട്. അപ്പം അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൂടുതലായിട്ടും ഈ ഔട്ട്ഡോറിലാണ് ചെയ്യാറ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മൗണ്ടനിയറിംഗ്, ഔട്ട്ഡോർ ലീഡർഷിപ്പ് പോലെയുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഞാനും അനീസ് ബ്രോ ഒക്കെ ഒരുമിച്ചാണ് മൗണ്ടനിയറിംഗ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ മാതൃഭൂമിയിൽ ഒരു കോളംസ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ കോളംസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻ്റെ കൂടെ സെഷൻ ചെയ്യുന്നത് വിനീതാണ്. വിനീത് ഒരു കോർപ്പറേറ്റ് ഹ്യൂമൻ സ്കിൽ കോച്ചാണ്. അതേപോലെ തന്നെ ഒരു ഓഥറുമാണ്. വിനീതിന്റെ ബുക്സ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ലീഡ് കോർപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അപ്പം ബ്രീഫായിട്ട് പറഞ്ഞാൽ, അപ്പോൾ കൂടുതലായിട്ട് വിനീത് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യുന്ന കോച്ചിങ്ങിലും ദെൻ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലുമാണ്. അപ്പം ഇത്രയാണ് ഞങ്ങളെ കുറിച്ച് ബ്രീഫായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്ന് സെഷൻ നമ്മൾ ഒന്നും കൂടെ നോർമലി നമ്മളൊരു വെബിനാർ കേൾക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ പ്രോഗ്രാംസ് കേൾക്കുക എന്നുള്ളത്. അപ്പൊ അതിനൊന്ന് ചെയ്തിട്ട് ഒന്ന് മാറ്റം വരുത്തിയിട്ട് പരമാവധി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ സെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, വീഡിയോ ഒന്ന് ഓൺ ആക്കിയാൽ സന്തോഷം. ഒന്നും കൂടെ പരമാവധി കഴിയുന്നവരെല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കുക. കഴിയുന്നതും ഫോണ് ഒന്ന് സ്റ്റേബിൾ ആക്കി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. അതേപോലെ തന്നെ ഒന്ന് ഗാലറി മോഡിൽ ഇട്ട് വെച്ചാൽ കുറച്ച് കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഗാലറി മോഡലും കൂടെ ഇട്ട് വെച്ചാൽ ഒന്നും കൂടെ സൗകര്യമായിരിക്കും. കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ആളെ നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുള്ളായിരിക്കും. അപ്പൊ ഒന്ന് ഗാലറി മോഡലും കൂടെ ഇട്ട് വെച്ചാൽ ഒന്നും കൂടെ സൗകര്യമായിരിക്കും. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് നിങ്ങളൊരു 10 പേര്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഒരു 10 പേരെങ്കിലും പേര് വിളിച്ചിട്ട് ഒന്ന് ഗ്രീറ്റ് ചെയ്യാം. ആ ഒരു പേര്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ കാണുന്നത് ഹാരിസ്, ഹായ് ഹാരിസ്, ഹായ് സുഹൈൽ കെ, അങ്ങനെ കാണുന്ന ആളുകളെ 10 പേര് എല്ലാവരും ഒരുമിച്ച് തന്നെ ചെയ്താൽ മതി. ഒരു 10 പേരെങ്കിലും നിങ്ങൾ പേര് വിളിച്ച ഹലോ, ഹായ്, വിഷ്, എന്തെങ്കിലും ഗുഡ് ഈവനിങ്ങോ എന്തെങ്കിലും രീതിയിൽ എല്ലാവരും ഒന്ന് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പൊ ആദ്യം ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, വീഡിയോ ഓൺ ആക്കാം. സോ റെഡി ആണോ? ഓക്കെ, സ്റ്റാർട്ട്. എല്ലാവരും ചെയ്യാം, കുറച്ച് ബഹളം ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, സ്റ്റാർട്ട്. ഒരു 10 പേരെങ്കിലും മിനിമം പേര് പേര് മാറ്റിക്കോളൂ. പേരായിക്കില്ല. ഹായ് വിഷ്ണു, ഹായ് ഷാഹിദ്. ഗുഡ്. അവർ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് മാക്സിമം നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവുക വീഡിയോ ഓൺ ആക്കിയ ആളുകളായിരിക്കും. അപ്പൊ ഇനി വീഡിയോ ഓൺ ആക്കാനും കൂടെ നമ്മളിതൊന്ന് കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കാൻ വേണ്ടിയില്ല. അപ്പൊ ഒന്ന് വീഡിയോ
വീഡിയോ ഓൺ ആക്കാത്ത ആളുകളൊന്ന് പ്രത്യേകം ഒന്ന് പേരെടുത്തു, ഒരു 5-6 പേരെങ്കിലും ഒന്ന് പേരെടുത്ത് വിളിച്ചു ഒന്ന് വിഷ് ചെയ്തോളൂ, ഒന്ന് ഗ്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്തോളൂ. ഹായ് നഷീബ, ഹലോ രാജേഷ്, ഹലോ അനീഷ് മുബാഷിർ, മുബൈർ, ഹായ് ജുമാന, ഹായ് ഹായ് ഫർസാന, രാജേഷ്, ഷിബിന, ഹായ് നഷിബ, ഹായ് ഹായ് സഫീർ, ഹായ് ഫർസാന ഹായ് ഫർസാൻ, ഷിബിന, ഹായ് കമോൺ. ഹായ് ഐഫോൺ, ഹായ് ഹായ് നഷിബ, മുബാഷിർ, ഹായ് ആദിൽ. ഹായ് സൂം യൂസർ എന്നുള്ള പേരുകളൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, ഹായ് ഐഫോൺ. ഗുഡ്. അപ്പോ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. നമ്മൾ എന്ത് പ്രോഗ്രാംസ് ചെയ്യാണ്, മാക്സിമം ഓഫ്ലൈൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഒരു ഐസ് ബ്രേക്കിംഗ് എപ്പോഴും നല്ലതാണ്. കാരണം എല്ലാവരും ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. മീൻസ് ഇതില് നിങ്ങൾ പലരും ഒരുമിച്ച് കൂടുന്നതും SOCയുടെ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് കാണുന്നവരൊക്കെ, ചില ആളുകൾ പുതിയ ആളുകൾ ഉണ്ടാവും. അപ്പോ ഞങ്ങൾ പുതിയ ആളുകളായിരിക്കാം. അപ്പോ ഒരു ഐസ് ബ്രേക്കിംഗ് നടക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ആദ്യത്തിൽ ഒന്നും കൂടെ ഒരു ഡിഫറൻസ് ഉണ്ട്, വൈബിലൊക്കെ ഡിഫറൻസ്. അപ്പൊ മാക്സിമം വീഡിയോ ഓൺ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. നിങ്ങളെ കൈകളൊക്കെ ഒന്ന് ഫ്രീ ആക്കുക, ഹാൻഡ്സ് ഒക്കെ കൈകളൊന്ന് ഫ്രീ ആക്കി കൊണ്ടുവെക്കുക. അപ്പൊ അനീസ് ബ്രോ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത്, അനീസ് ബ്രോക്ക് അത് ബാധകമല്ല, ബാക്കിയുള്ളവർക്ക് ബാധകമുള്ളൂ. അപ്പൊ ഇനി കൈവിട്ട് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, അനീസ് ബ്രോ ടെസ്ല ഓടിക്കുകയാണെങ്കിൽ മാത്രം കൈവിട്ട് ഓടിക്കാം. ഓക്കെ ഓക്കെ. സോ അപ്പൊ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും ഒരു ബോക്സിനകത്തായിരിക്കും. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, പലപ്പോഴും സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന, പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ബോക്സുകൾ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോക്സും കൂടെ ഉണ്ടാവും. അതിനകത്തായിരിക്കും പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മളൊരു ചെറിയൊരു അൺബോക്സിംഗ് പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഈ അൺബോക്സിംഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, നമ്മൾ ഓരോരുത്തരും നമ്മൾ കാണുന്ന ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിജയം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതിലേക്കുള്ള ഒരു യാത്രക്ക് പലപ്പോഴും ഈ ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിന് പുറത്തേക്കുള്ള ഒരു യാത്ര അത്യാവശ്യമായിരിക്കും. അപ്പം ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം അതാണ്, ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്ത് ചാടാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാവും. പക്ഷേ മോർ ദാൻ ദാറ്റ് വി ഹാവ് ടു ഡു സംതിങ്. കുറച്ചൊരു ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കുറച്ചൊരു ആക്ടിവിറ്റി, ഫൺ ഫിൽഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്കഷൻ, ആക്ടിവിറ്റി, ഷെയറിങ്, അത് നമ്മൾ രണ്ടുപേരും ഷെയറിങ് ചെയ്യുക മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങളും കൂടെ പാർട്ടായാൽ ഒന്നും കൂടെ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇപ്പൊ എല്ലാവരും കൂടുതൽ പേരും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, സന്തോഷം. അപ്പം ഇത് തന്നെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാണ്. കാരണം നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ കുറച്ച് മാറാണ്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഒന്ന് സ്ക്രീനിൽ ഒരു 1 എന്ന് എഴുതാമോ? നിങ്ങളുടെ സ്ക്രീനിലെ ശൂന്യതയിൽ എയറിൽ ഒരു 1 എഴുതുക. ആ 1ന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ സ്ക്രീനിൽ നിങ്ങളെ കാണുന്ന സ്ക്രീനിന്റെ ഒരു സൈസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോ ഞാൻ എന്റെ സ്ക്രീന് ഫുള്ളായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇത്ര സൈസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു 2 എഴുതാം. 2 മൊത്തത്തിലുള്ള സ്ക്രീനിൽ ഏകദേശം ഒരു സൈസ്, ദിസ് ഈസ് ദ 2 എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ചെറിയൊരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ ചെയ്യേണ്ടത്, ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എഴുതാൻ വേണ്ടി തുടങ്ങും. 1 മുതൽ 10 വരെ 1 മുതൽ 10 വരെ എയറിൽ എഴുതുക എന്നുള്ളത്, ഫാസ്റ്റ് ആയിട്ട് എയറിൽ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആരാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ചാറ്റ് ബോക്സിൽ ഒന്ന് മീ എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. സോ ദിസ് ഈസ് ദ ആക്ടിവിറ്റി. ഓക്കെ, റെഡി ആണോ? 1 to 10 എഴുതി കഴിഞ്ഞാൽ മീ എന്ന് ടൈപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 ദിസ് ഈസ് ഫാസ്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ആരാണോ ഫസ്റ്റ്, എല്ലാവരും കഴിഞ്ഞാൽ മീ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. റൂൾസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 1 to 10 ആണ് എഴുതേണ്ടത്. ഇനി വീഡിയോ ഓൺ ആക്കാത്തവർക്കും എഴുതാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് മാത്രമേ പുറത്തുള്ളവർ കാണാൻ സാധ്യത ഉള്ളൂ. അപ്പോ സോ റെഡി ആണല്ലോ അല്ലെ? സോ 3 2 1 ഗോ, സ്റ്റാർട്ട്. നമ്മളെ ഫോണ്ട് സൈസ് ശ്രദ്ധിക്കണേ. ഓക്കെ, എഴുതി കഴിഞ്ഞാല് നമ്മൾ ഫോണ്ട് സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഫോണിൽ ഇത് പെട്ടെന്ന് തിരിച്ചാൽ സാധ്യത. ഓക്കെ, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒന്നും കൂടെ ഒരു തവണയും കൂടെ നമ്മൾ ചെയ്യാണ്. ഇത്തവണ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ നോൺ ഡൊമിനന്റ് ഹാൻഡ് കൊണ്ടാണ്. നിങ്ങൾ റൈറ്റ് ഹാൻഡ് നോർമലി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോൺ ഡൊമിനന്റ് ഹാൻഡ് കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തവണ 15 വരെ കൗണ്ട് ചെയ്യണം. നമ്മുടെ ഫോണ്ട് സൈസ് പ്രത്യേകം കീപ്പ് ചെയ്യണം. 15 വരെ, 15 വരെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഐ തിങ്ക് എവരിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം, റൈറ്റ്? മലയാളം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് എനിബഡി ഈസ് ദർ, ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം യു ക്യാൻ സേ. നമ്മളെ മിക്സ് ചെയ്തുകൊണ്ടും കൂടെ ചെയ്യാം. സോ
വൺസ് അഗൈൻ വി ആർ സ്റ്റാർട്ടിങ് ദ സെയിം ഗെയിം. പക്ഷെ ഇത്തവണ നിങ്ങൾ ചെയ്യേണ്ടത് നോൺ ഡൊമിനന്റ് ഹാൻഡ് കൊണ്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വലത്തെ കൈയിലാണെന്നുണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ടാണ്, ഇടത്തെ കൈയിലാണ് വലത് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. സോ 3, 2, 1 ഗോ സ്റ്റാർട്ട്. യെസ്, വാവ്, കഴിഞ്ഞ ടൈപ്പ് ചെയ്തോളൂ. യെസ്, ഗുഡ് 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 ഗുഡ്. ചില ആളുകൾ പറയുന്നതിന് മുമ്പ് തന്നെ ടൈപ്പ് ചെയ്യേണ്ട സംശയമുണ്ട്. നേരത്തെ ടൈപ്പ് ചെയ്തിട്ട് എഴുതാൻ നിൽക്കുന്നുണ്ടോ സംശയമുണ്ട്. ഓക്കെ, ഗുഡ്. 15-15 വരെയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ എന്തായാലും ചെറിയ അത്യാവശ്യം വിന്നി കുറച്ച് എല്ലാവരും ബോഡി മൂവ്മെന്റ് ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓൺ ആണ്. നമ്മുടെ ചാറ്റ് വിൻഡോ വളരെ ആക്റ്റീവ് ആണ്. ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ചാറ്റ് വിൻഡോ കാണാൻ കഴിയില്ല. ഫുൾ ആയിട്ട് എല്ലാവരും ആക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വിന്നിക്ക് കൈമാറാം. തീർച്ചയായിട്ടും, താങ്ക് യു. അപ്പൊ ചാറ്റ് വിൻഡോ ആക്റ്റീവ് ആയിട്ടുണ്ട്. ചാറ്റ് വിൻഡോ ഒന്നുകൂടി ഉണർത്താൻ നോക്കാം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. യാ, അപ്പോ ഇനി നിങ്ങളുടെ കൈകൾ വളരെ ഫാസ്റ്റ് ആണ്, മനസ്സിലായി. ഒന്നുകൂടി കൈകളുടെ വേഗത ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഫ്രേസ്, ചെറിയൊരു ഫ്രേസ് ടൈപ്പ് ചെയ്യാൻ പറയും. ഒരു 3 വേർഡ്സ് ഉള്ള ഒരു ഫ്രേസ് ആണ്. അത് ആരാണ് ഏറ്റവും വേഗത്തിൽ ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യുന്നത്? ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് റെഡി ആയിരുന്നോളൂ. റെഡിയാണല്ലോ? ഒരു മ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ. ഓക്കെ, റെഡിയാണോ? അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റ്. ചാറ്റ് വിൻഡോയിൽ. Oh my god. നിങ്ങളത് ഇത് ഈ മൊഡ്യൂൾ ചോർന്നു. ഈ മൊഡ്യൂൾ ലീക്ക് ആയിട്ട് തോന്നുന്നു. ഒരു വളരെ വേഗത്തിലാണ് ടൈപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഡൊമിനന്റ് ഹാൻഡ്, നിങ്ങൾ വലത് കൈയിനോ വലത് കൈയുള്ള ആളാണെങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ടായിരിക്കും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, താങ്ക് യു. ടൈപ്പിംഗ് നോ. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത് കൈ കൊണ്ടാണ്. പക്ഷെ വേർഡ് ഇതല്ല ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇടത് കൈ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് അബ്രാ കഡബ്ര എന്നാണ്. അബ്രാ കഡബ്ര. എന്തമ്മോ, വാട്ട് ഇസ് ദിസ്? വാട്ട് ഇസ് ഹാപ്പനിങ്? വാവ്, അടിപൊളി, സൂപ്പർ. പോന്നോട്ടെ. അപ്പൊ എല്ലാരും ഉണർന്നിട്ടുണ്ട് കമർ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, സോ ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു? വാട്ട് ഡു യു ഫീൽ? ആർ യു സ്റ്റിൽ ഇൻ വെബിനാർ മോഡ്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. വാട്ട് ഡു യു ഫീൽ? ലൈവ് ആയി. ഓക്കെ, താങ്ക് യു. റൈറ്റ്. അപ്പൊ നമുക്ക് സെഷൻ ഇതേപോലെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ എല്ലാ സെഷൻസും നമ്മൾ ഈ രൂപത്തിൽ തന്നെയാണ് പ്ലാൻ ചെയ്യാറും എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്, മ്യൂട്ട് ഒഴിവാക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്ത് മാക്സിമം ആൾക്കാർ ക്യാമറ ഓൺ ആക്കി ഒന്ന് ഇരിക്കണം. റെഡിയാണല്ലോ? ഓക്കെ, അപ്പൊ കണ്ടീഷൻ നമ്പർ 1, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇന്നത്തെ സെഷനിൽ ദർ ഇസ് നോ റൈറ്റ് ആൻസർ, നോ റോങ് ആൻസർ. ഇതാണ് ആദ്യത്തെ നമ്മളുടെ കോൺട്രാക്ട്. നമ്മളൊരു കോൺട്രാക്ട് സെറ്റ് ചെയ്യണം. 2 പാർട്ടികളും, ഞങ്ങൾ 1-ാം പാർട്ടി, നിങ്ങൾ 2-ാം പാർട്ടി, അല്ലെങ്കിൽ നിങ്ങൾ 1-ാം പാർട്ടി, ഞങ്ങൾ 2-ാം പാർട്ടി. ഈ 2 പാർട്ടികളുടെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കോൺട്രാക്ട് എന്താണ്? ദർ ഇസ് നോ റൈറ്റ് ആൻസർ, നോ റോങ് ആൻസർ. നിങ്ങളുടെ റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. റൈറ്റ്? അപ്പൊ ഇത് ആരാണ് കുക്കർ വിസിലടിക്കുന്നത്? അപ്പോ ഇത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ ക്ലാപ്പും 2 കൈ കൊണ്ട് ഒരു തംസപ്പും. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാപ്പ് ആൻഡ് തംസ് അപ്പ്. റെഡി? ഓക്കെ, രണ്ടാമത്തെ കോൺട്രാക്ട്. അപ്പൊ എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? നോ റൈറ്റ് ആൻസർ, നോ റോങ് ആൻസർ. ശരി ഉത്തരവും തെറ്റുത്തരവും ഇല്ല, നിങ്ങളുടെ റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഇസ്, പലപ്പോഴും നമ്മൾ ട്രെയിനിങ് സെഷൻസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം പറയാനൊക്കെ മടി കാണിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു? മറ്റുള്ളവരെന്ത് വിചാരിക്കും, മണ്ടത്തരായി പോവോ? അപ്പൊ നമ്മൾ അതിനും ഒരു മറുമരുന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമേ നോ ബ്ലെയിം, നോ ഷെയിം. ഇന്നത്തെ സെഷനിൽ നോ ബ്ലെയിം, നോ ഷെയിം. നാണം വേണ്ട,
അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കുറ്റപ്പെടുത്തും വേണ്ട. ഓക്കെ ആണോ? അത് ഇത് ഓക്കെ ആണെങ്കിൽ വീണ്ടും ഒരൊറ്റ ക്ലാപ്പ് ചെയ്യാം. അതിന്റെ കൂടെ ഇങ്ങനെ ചെയ്യാം, ക്ലാപ്പ് ആൻഡ് ദിസ്. അപ്പൊ ഷെയിം ഇല്ലാന്ന് ഉറപ്പായിട്ടുണ്ട്. യെസ്, ഷെയിം ഒക്കെ പോയിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ ഇനി മൂന്നാമത്തെ ഒരൊറ്റ കണ്ടീഷൻ കൂടി. നമ്മൾ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ അല്ലെങ്കിൽ ചില ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ വളരെ സീരിയസ് ആയിരിക്കും. അവരിങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ ഗൗരവത്തിൽ പെരുമാറും. ഇങ്ങനെ ചിറകൊടിഞ്ഞ കിനാവുകൾ സിനിമ, ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒരു ഡോക്ടർ ഒരു സീനിൽ പറയുന്നുണ്ട്, ഒരു സ്പൂഫ് സിനിമയാണ് അല്ലെ. അപ്പൊ ആ സിനിമയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, വരൂ നമുക്ക് വേഗത്തിൽ നടക്കാം, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ ചില ആൾക്കാർ എന്തോ സീരിയസ് ആവുന്ന സമയത്തുള്ള ഒരു ബോഡി ലാംഗ്വേജ് അത് ആവാഹിച്ചിട്ടാണ് എപ്പോഴും നടക്കുക. പക്ഷേ ഇപ്പോൾ ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാൾ സീരിയസ്നെസ് മാത്രം ഉണ്ടാവും, ചിലപ്പോൾ കണ്ണ് തുറന്ന് ഉറങ്ങായിരിക്കും. അപ്പൊ സീരിയസ് ആവണ്ട, സിൻസിയർ ആയാൽ മതി. ഡോണ്ട് ബി സീരിയസ്, ബി സിൻസിയർ. ഇതൊക്കെ ആണെങ്കിൽ എന്താ വേണ്ടത്? ഒരു ക്ലാപ്പ്, എന്നിട്ട് ക്യാമറയിൽ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിക്കുക. ഒരു ക്ലാപ്പും ഒരു കണ്ണിറുക്കലും. ഓക്കെ. അപ്പൊ കോൺട്രാക്ട് സെറ്റ് ചെയ്ത് ടീം റെഡി ആയിട്ടുണ്ട് കമർ സാർ? യെസ്. അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോ ഓണാക്കുന്നതിന് പറഞ്ഞത് നമുക്ക് എപ്പോഴും ഇഷ്ടം നമ്മൾ ഒരു കംഫർട്ടിൽ ഇരിക്കാനായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോക്സിന്റെ കാര്യം പറഞ്ഞ പോലെ എപ്പോഴും ഒരു കംഫർട്ടിൽ ഇരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അഥവാ നമ്മളൊരു ഓഫ്ലൈൻ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സീറ്റ് ഉണ്ടാവാം, ആ സീറ്റിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നാലും നമ്മളൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലും വീണ്ടും തിരിച്ച് അതേ ഒരു സീറ്റിലേക്ക് തന്നെ വന്നിരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലാംഗ്വേജിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ നിൽക്കുക. അതിന്റെ പുറത്തേക്കുള്ള എക്സ്പോഷറിലേക്ക് പലപ്പോഴും വല്ലാതെ എക്സ്പോസ്ഡ് ആവാറില്ല. അല്ലെങ്കിൽ നമുക്കൊരു സേഫ് എന്ന് തോന്നുന്ന ആ ഒരു സോണിലായിരിക്കും എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഇരിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും കരുതുന്നത് ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ് വളരെ സേഫ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഒരു കംഫർട്ടിൽ ഇരിക്കുമ്പോൾ ഗ്രോത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താൽ നിങ്ങൾ ഒന്ന് കൈ കെട്ടിക്കോളൂ. കൈ കെട്ടിയിരുന്നോളൂ. ഓക്കെ. അപ്പൊ ഇനി നോക്കുക, ഇതിൽ ഏത് കൈയാണ് മുകളിൽ വരുന്നത്, ഏതാണ് താഴെ വരുന്നത്? നിങ്ങൾ മുകളിൽ വരുന്ന കൈ ഒന്ന് പറയോ, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പറയോ? അല്ലെങ്കിൽ ചിലരത് റൈറ്റ് ഉണ്ടാവും, എന്റേത് റൈറ്റ് ഹാൻഡാണ് മുകളിൽ വരുന്നത്. ഓക്കെ. ചിലത് ലെഫ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. പലരും പല കൈ. അപ്പോ ഇത് നമ്മൾ നോർമലി ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. നോർമലി നമ്മളോട് കൈകെട്ടാൻ പറഞ്ഞാൽ അറിയാതെ കൈകെട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു മോഡാണ്. ഇനി വീണ്ടും കൈകെട്ടാൻ പറഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ ആയിരിക്കും നോർമലി വരുന്നത്. അപ്പൊ ഇനി അടുത്തതൊന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ മുകളിൽ റൈറ്റ് ഹാൻഡ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. ഇനി മുകളിൽ റൈറ്റ് ഹാൻഡ് വരാൻ പാടില്ല, അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ. ഇത് ആദ്യത്തെ അത്ര കംഫർട്ടബിൾ ആണോ? ഇത് അല്ല, ഇച്ചിരി ബോധപൂർവം ചെയ്യണം അല്ലെ, മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഓക്കെ, ഒന്നും കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചോളൂ. കാണുന്നുണ്ടല്ലോ വീഡിയോ, എന്നെ കാണുന്നുണ്ടല്ലോ. കൈ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചോളൂ. ഓക്കെ. ഇതില് നിങ്ങളുടെ തമ്പ് റൈറ്റ് തമ്പാണോ ലെഫ്റ്റ് തമ്പാണോ മുകളിൽ വരുന്നത്? ലെഫ്റ്റ് ആണ്. എന്റേത് റൈറ്റ് ആണ്. നിങ്ങള് ബാക്കി അപ്പൊ പലരും പലതാണ് വരുന്നത്. റൈറ്റ് വരണം ലെഫ്റ്റ് വരണമെന്നില്ല, പലരും പലതായിരിക്കും നോർമലി വരുന്നത്. ഇനി ഒന്ന് മാറ്റിയിട്ട് നേരത്തെ വന്നത് മുകളിലാവാൻ പാടില്ല, അത് താഴെ വരണം. നേരത്തെ വരാത്തത് മുകളിൽ വരണം. റൈറ്റ് ആണ് ലെഫ്റ്റ് വരണം. ഒന്ന് ഓപ്പോസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മുടെ കൈ അത്ര കംഫർട്ടബിൾ അല്ല. കൈന്റെ ഒരു പൊസിഷനിങ് ഒരു ചെറിയ നേരത്തെ പെയിൻ ഒന്നുമില്ല. ആദ്യത്തെ മോഡൊന്നും കൂടെ ഓൺ ആക്കി നോക്കുക. അത്ര പെയിൻ ഒന്നുമില്ല, വളരെ ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അടുത്തത് അത്ര അലൈൻമെന്റ് പ്രോപ്പർ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ. ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ഓട്ടോ മോഡിൽ നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. ആ ഒരു മോഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങൾ ഡ്രസ് ഇടുന്ന പാൻസ് ഇടുന്ന സമയത്ത് ഏത് കാലായിരിക്കും ആദ്യം ഇടുന്നത്? അപ്പൊ ഒന്നയോ അടുത്ത ദിവസം നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മിക്കവാറും ജീവിതകാലം ഫുള്ളായിട്ട് മിക്കവാറും ആ ഒരു കാലം തന്നെയായിരിക്കും നമ്മള് ആദ്യം ഇടുന്നുണ്ടാവും. അതിന് പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അടുത്ത ദിവസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഒന്ന് കാലം മാറ്റാൻ ശ്രമിച്ചാൽ അതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പൊ ഷൂ ഇടാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മളൊരു പാറ്റേണിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് ഉണ്ടാവും. ആ ഒരു കംഫർട്ടിലായിരിക്കും പലപ്പോഴും മൂവ് ചെയ്യുന്നത്.
പക്ഷെ ഇതിന്റെ കാര്യത്തിലല്ല, ജനറലി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് ഈ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിരിക്കും ജനറലി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ വെബിനാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഓഫ് ആക്കി, സൗണ്ട് ഓഫ് ആക്കി, വളരെ കംഫർട്ടബിൾ ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിലും. അപ്പം ഈ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ടെറിറ്ററി ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ത്രെഡ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ സേഫ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയുള്ള ഒരു പ്ലേസ് ആയിരിക്കും. നമ്മുടെ കൺട്രോളിലായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ റൂമിലായിരിക്കും, പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കൺട്രോൾ ആയിരിക്കില്ല. അപ്പം ഇങ്ങനെ ഒരു കംഫർട്ട് സോണിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇതിൽ നിന്നൊരു മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാവും. അതിന് ആദ്യത്തെ സോണ് നമുക്ക് കംഫർട്ട് സോൺ എന്ന് വിളിക്കുകയാണെങ്കിൽ അടുത്ത സോണിനെ ഗ്രോൺ എന്ന് വിളിക്കാം. ഗ്രോൺ, GROAN എന്ന ഇംഗ്ലീഷ് വേർഡാണ് അതിന് പറയാം. ഓക്കെ, അതൊക്കെ ബെഡ് റെസ്റ്റ് ആണ്. വീഡിയോ ഓഫ് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നോ പ്രോബ്ലം. അത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് ചലഞ്ച് ബൈ ചോയ്സ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒരു മാക്സിമം കഴിയുന്ന ഒരു ഓണാക്ക്. ഓക്കെ, അപ്പം ഈ കംഫർട്ട് നിന്ന് പുറത്തേക്ക് വരുമ്പോ ഗ്രോൺ എന്നാ പറയാ. ഗ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അസ്വസ്ഥയുള്ള സൗണ്ട്, ചില ഒരു സൗണ്ട്. ഇപ്പോ നമ്മൾ ക്ലാസ് റൂമിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ ക്ലാസ് റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോ ഇന്ന മാത്സ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഇന്ന നോട്ട്ബുക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞാല് എല്ലാവരും അസ്വസ്ഥരാകും അല്ലെ. ഇനി ആ ഒരു സൗണ്ട് പലരും, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പുതിയൊരു പ്രൊജക്ട് വരികയാണ്. ഇതുവരെ എല്ലാവരും ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരുന്നത്. നാളെ മുതൽ ഈ രീതിയിലല്ല, ഒരു വലിയ ചേഞ്ച് വരുത്താൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രോൺ സൗണ്ട് ഉണ്ടാവും. അത് പലപ്പോഴും അസ്വസ്ഥതായിട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിട്ട് കാണിക്കും. ചിലർ പല വേർഡുകളിലൂടെ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോ നമ്മളൊരു ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ട്രെയിനിങ്സ് ആണ്. അപ്പൊ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇനി എല്ലാവരും ഒന്ന് എണീക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ പല ആളുകളും ആ ഒരു അസ്വസ്ഥതയും ആ ഒരു സൗണ്ടും ആ ഒരു ഗ്രോണിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് ഒരു നോർമൽ സംഗതിയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു കംഫേർട്ടിൽ നിന്ന് അടുത്തൊരു സോണിലേക്ക് മാറുമ്പോൾ ഈ ഒരു ഗ്രോണിങ് എന്നുള്ളത് ഒരു നോർമൽ പ്രോസസ് ആണ്. കാരണം എന്തെങ്കിലും ഒരു റിസ്ക് വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള, അത്ര ഫെമിലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രോണിങ് അതൊരു നോർമലാണ്. ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാവും, എന്ത് സംഭവിക്കാന്ന് അറിയില്ല. പക്ഷെ അതിലേക്ക് ഒന്ന് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കംഫർട്ട് ആവും. നമുക്ക് ആ സോണും കൂടെ നമ്മുടെ ഒരു സോണായിട്ട് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നോർമലി ആളുകൾ ഇരുന്ന് വായിക്കുന്നത് ഇൻഡോറിലായിരിക്കും അല്ലെ, വീട്ടിലിരുന്നിട്ടായിരിക്കും, സോഫയിൽ ഇരുന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കംഫർട്ടിൽ ഇരുന്നായിട്ട് വായിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യാറുള്ള ഒരു പ്രോസസ്സ് ഞാൻ കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്. കാലിക്കറ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് രാവിലെ 6 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കുക എന്ന് പറഞ്ഞാൽ. ആ ഒരു കംഫർട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏർലി മോർണിംഗിൽ കാലിക്കറ്റ് ബീച്ചിലോ അല്ലെങ്കിൽ സരോവരം പാർക്കിലൊക്കെ ഇരുന്ന് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു കാരണം നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അത് കടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി കിട്ടും. നമ്മളെ സോൺ ഒന്ന് ഡിഫറെന്റ് ആവും, ഡിഫറെന്റ് ആളുകളെ കാണാൻ പറ്റും. അത് നമ്മുടെ ആ ഒരു നോർമൽ ബോക്സ്, യൂഷ്വലി ആളുകൾ ചെയ്യുന്നത് ആ സമയത്ത് കിടന്നുറങ്ങുക എന്നുള്ളതായിരിക്കും. ഈ വായിക്കുന്നവർ പോലും വീട്ടിൽ നിന്ന് വായിക്കുക എന്നുള്ളവരായിരിക്കും. ആ ഒരു ബോക്സിന് പുറത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബോക്സിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സോൺ ഒന്നും കൂടെ അങ്ങോട്ട് വലുതാവും. ഇപ്പോഴുള്ള സോണിന്റെ കുറച്ചും കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ ആ സോണിനെ, ആ ഗ്രോൺ അങ്ങോട്ട് കടന്നു കിട്ടിയാല്, ഇപ്പൊ രാവിലെ എണീക്കാണ്, അലാം അടിക്കുന്നുണ്ട്, ഒരു ഗ്രോൺ ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ഗ്രോത്ത്. അപ്പൊ ഈ 3 സ്റ്റെപ്പാണ്. ഒന്ന് കംഫർട്ട്, അടുത്തത് ഗ്രോണ്, അടുത്തത് ഗ്രോത്ത്. അപ്പൊ ഈ ഗ്രോൺ അങ്ങോട്ട് കടന്നു കിട്ടിയാൽ അടുത്തൊരു സോണാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആ ഒരു ഗ്രോത്തിൽ എത്തുന്ന സമയത്ത്, ആ ഗ്രോൺ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആ ഗ്രോത്തിലേക്ക് ഒന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പുതിയൊരു സോണിലേക്ക് പോകും, കുറച്ചും കൂടെ കോൺഫിഡന്റ് ആവും. ഇപ്പോൾ ഞാൻ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റാപ്പല്ലിങ്, ഇപ്പൊ ഒരു അല്ലെങ്കിൽ വാൾ ക്ലൈംബിങ്, റാപ്പല്ലിങ്, അല്ലെങ്കിൽ അതുപോലത്തെ പ്രോസസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ ബഞ്ചി ജമ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വയനാടൊക്കെ നമ്മൾ ബഞ്ചി ജമ്പിങ് ഒക്കെ ഉണ്ടല്ലോ, അത് അത്രയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ അതിന്റെ മുകളിലേക്ക് എത്തുന്നു, ആ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ചെയ്യുന്നു. അപ്പോഴൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുപോലെ ജയന്റ് സ്വിങ് ഒക്കെ ഉണ്ട്, വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കയറ്റിയിരുത്തി എല്ലാം ലോക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുപോകും. നമ്മൾ ഭയങ്കര പേടിയായിരിക്കും, നമ്മുടെ ഉള്ളിൽ പേടി കൊണ്ട്. എന്നിട്ട് ആദ്യത്തെ തവണ ആ ഊഞ്ഞാൽ അങ്ങോട്ട് വിടുന്ന സമയത്ത് നമ്മുടെ ജീവനൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങോട്ട് പോകുന്ന സമയത്ത് വല്ലാത്തൊരു പേടിയോട് കൂടി പോകുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ, 2ാം പ്രാവശ്യം പോകുമ്പോഴും അതേപോലെ തന്നെ പേടി ഉണ്ടാവും.
മൂന്നാമത്തെ തവണ ഒക്കെ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ കംഫർട്ടബിൾ, പിന്നെ ഫോട്ടോ എടുക്കാനും കൈ വീശി കാണിക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ആ ഗ്രോൺ എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് അത് നമ്മളെ ഗ്രോത്ത് ആവാണ്. ഇങ്ങനെ ഒരു 4-5 തവണ ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിരിക്കും. നമുക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇരുന്ന് ആടാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മുടെ ഒരു ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അൺബോക്സിങ് പ്രോസസ്സിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ആ ഒരു കംഫർട്ട് സോൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാം. എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ഗ്രോൺ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ റെഡിയാവാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അത് നമ്മളൊരു ഗ്രോത്ത് പ്രോസസ്സിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആ ഗ്രോത്തിൽ എത്തുമ്പോൾ നമുക്ക് പുതിയ സ്കിൽ ഉണ്ടാവുക. അഡ്വഞ്ചർ സ്പോർട്സിലൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്ക് കറേജ് മസിൽസ് എന്ന് പറയും. ഇതൊരു ആക്ച്വൽ മസിൽസ് അല്ല, നമുക്ക് ആ ഒരു കറേജ് വരികയാണ്. അഥവാ നമ്മളൊരു ഫയറിലൂടെ നടക്കുകയാണ്. നമുക്ക് തീ ഭയങ്കര പേടിയുള്ള ആളാണ്, പക്ഷെ നമ്മളെ ഫയറിലൂടെ നടക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കറേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കറേജ് മസിൽസ് ഉപയോഗിച്ച് മറ്റു കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ന് എങ്ങനെയാണ് നമുക്കത് ചെറിയൊരു പ്രോസസ്സിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു കമർ സാർ. സോ ഐ വിൽ ഷോ യു സംതിങ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ടോ? എന്താ കാണുന്നത്? പേസ്റ്റ് ഓയിൽമെന്റ് പേസ്റ്റ്. ഇത് ഓയിൽമെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കാർ കേട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഇത്രയും ഫേമസ് ആയ എന്നെ മനസ്സിലായില്ലല്ലോടാ ജാട തെണ്ടിന്ന് ചോദിക്കും. അപ്പോ ഇത് പേസ്റ്റ് ആണല്ലേ. അപ്പൊ ഇനി ഒരു റൂൾ ഉണ്ട്. ഈ ഗെയിമിന്റെ ഒരു റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് ഒരു നോയ്സ് വരുന്നുണ്ടല്ലോ. രുചിക്കാരനാണോ ജുമാനയാണോ? ജുമാനയുടെ ഇതിൽ നിന്നാണ് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ഇതെന്താണോ അത് ഒഴികെ നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷെ സംഹൗ ഇതിനൊരു ലോജിക്ക് ഉണ്ടാവണം നിങ്ങൾ പറയുന്നതിന്. വേറെ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പറയാൻ തോന്നുന്നത്? മോർണിംഗ് എന്താണ്? മോർണിംഗ് മോർണിംഗ്. എന്താണ്? ഇതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇതിന്റെ രൂപം കണ്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണക്ട് ഇറ്റ് വിത്ത് സം അതർ ഒബ്ജക്ട്. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ തരാം. ഫോർ എക്സാമ്പിൾ ഐ സേ ദാറ്റ് ഇത് റോക്കറ്റ് ആണ്. സമ്മതിക്കുമോ നിങ്ങൾ? അപ്പൊ തൽക്കാലത്തേക്ക് സമ്മതിക്കാൻ അനുവദിക്കുക. അപ്പൊ ഞാൻ ഇത് കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇത് റോക്കറ്റ് ആണ്. അപ്പൊ ഇതുപോലെ വേറെ എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഒരു വിമാനം, റോക്കറ്റ്, വിമാനം. വേറെ എന്തെങ്കിലും? ടവർ. താങ്ക് യു, ടവർ. അതൊരു നല്ല ശീലമാണ്. ബുള്ളറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു സാധനം കൂടി കാണിക്കാം. കാണുന്നുണ്ടോ? വാട്ടർ ടാങ്ക്. ഗോട്ട് ഇറ്റ്. അപ്പൊ വാട്ടർ ബോട്ടിൽ എന്നുള്ളത് മാത്രം പറയുന്നത്. വാട്ടർ ടാങ്ക്, ഗുഡ്. വേറെ എന്തെങ്കിലും? സംതിങ് എൽസ്? സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടർ. മോർ? ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷർ. താങ്ക് യു. സോഡാ മേക്കർ. എന്താണ്? സോഡാ മേക്കർ. ഗ്രേറ്റ്. വൺ മോർ. അംബ്രല. എന്റെ അമ്മോ, കൊള്ളാം, അടിപൊളി. ഓക്കെ, ഇതെന്താണോ അത് മാത്രം പറയരുത്. വാവ്, കൊള്ളാം. സോപ്പ്. വേറെ എന്തെങ്കിലും? ചോക്ലേറ്റ്. പെബിൾസ്. പില്ലോ. വാവ്, പില്ലോ. വൺ മോർ. ബ്രെഡ്. യെസ്, ഗ്രേറ്റ്, താങ്ക് യു. ഇഡ്ലി. സോപ്പ്. ചോക്ലേറ്റ്. ഗ്രേറ്റ്, താങ്ക് യു. What is this? Clip. Tool. Okay. Stool. Wow, stool. റോബോട്ട്. One more. Signboard. Huh? Signboard. Signboard. Great. Brick.
ബ്രിക്ക്. താങ്ക് യു. ദിസ് വൺ. Tower. ടവർ. ഫ്ലവർ വൈസ്. ഫ്ലവർ വേസ്. താങ്ക് യു. വൺ മോർ. Water tank. വാട്ടർ ടാങ്ക്. You can also type in the chat window. Chat window Yeah, type yeah, it. yeah. Trophy. You can also type in the chat window. Type in the chat window. ട്രോഫി. Trophy. Wow. Last item. Rat. എലി. എലി. Rat. rat. Eli. Rat. Eli. Right. Chat ജുമാന window ചിലത് പറയുന്നത് വന്നിട്ടുണ്ട്. കാറാണ്, റോക്ക്. Robot. റോബോട്ട്. ജുമാനയുടെ മൈക്കിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ടൈപ്പ് ചെയ്യാവുന്നതാണ്. അത് അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ചാറ്റ് വിൻഡോയിൽ എന്താ വന്നിട്ടുള്ളത്? ചാറ്റ് വിൻഡോ ഞാൻ കണ്ടില്ല. ഒരു സെക്കൻഡ്. തവള. കാർ, തവള. ടവർ. ഓക്കെ. ഓ മൈ ഗോഡ്. ഓക്കെ. കോഴിക്കോട് ബീച്ച് വരെ വന്നിട്ടുണ്ട്. ഓ മൈ കപ്പിന്റെ ഗോഡ്. ഉള്ളില്. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്താണ് വാട്ട് ഡിഡ് വി ബേസിക്കലി ഡു? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇത് ചെയ്യുമ്പോ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? Imagination. അത് കണക്ട് ചെയ്യാൻ പറ്റി വേറൊരു ഒബ്ജക്റ്റുമായിട്ട്. യു ആർ കണക്ടിങ് ഇറ്റ് വിത്ത് സംതിങ്. അതാണ് നമ്മൾ ചെയ്തത്. ഇത് ചെയ്യൽ ഭയങ്കര എളുപ്പമാണോ? No. നമ്മൾ കുറച്ചു നേരം ഒന്ന് ആലോചിക്കണം. എന്താണ് നമ്മൾ ആലോചിക്കണം. Yeah, എന്തിനൊക്കെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ആലോചിക്കണം. റൈറ്റ്. ആ അപ്പോ പ്രോഡക്റ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കണം. യാ, റൈറ്റ്. ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കണം, നമ്മൾ ആലോചിക്കണം. മറ്റേത് ഇതൊരു പാറ്റേൺ റെക്കഗ്നേഷൻ ആണ്. നമുക്കിത് വളരെ ദൂരെ നിന്ന് ഒരു ഒബ്ജക്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. എന്തിന് നമ്മുടെ പോക്കറ്റിനുള്ളിൽ ഒരു ഒബ്ജക്ട് ഉണ്ടെങ്കിൽ കൈയിട്ട് തപ്പിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും, അല്ലെ? ആ ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, കമറു പറഞ്ഞ പോലെ, നമ്മൾ ആ പാറ്റേണിലാണ് ജീവിക്കുന്നത്. ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പുതിയൊരു പാറ്റേൺ കണ്ടുപിടിക്കലും നിലവിലുള്ള പാറ്റേൺ ബ്രേക്ക് ചെയ്യലുമാണ്. അപ്പൊ നമുക്ക് ഒരു ചളിപ്പുണ്ടാവും. ഇത് നോക്കിയിട്ട് ഇത് ചോക്ലേറ്റ് ആണെന്ന് പറയാൻ നമുക്കൊരു ചളിപ്പുണ്ടാവും. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ചളിപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുന്നു. പിന്നെ നമ്മൾ പരസ്പരം ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അത് ഓക്കെയാണ്. ഇവിടെ നമുക്ക് കുറച്ച് വിയേർഡ് ആയിട്ടൊക്കെ പറയാം എന്നുള്ളത് ഓക്കെയാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ വേറൊരു സർക്കിളിൽ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു വർക്ക് പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും വേറൊരു 5 ഐറ്റംസ് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണോ അതല്ലാത്ത മറ്റെന്തോ ഒന്നിനെ കാണാനുള്ള ഒരു ശ്രമമാണ്. ഇത് പില്ലോ ആണെന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇതിനേക്കാളും ഒരുപാട് വലിയ സാധനമാണ് പില്ലോ. ഇത് ബ്രെഡ് ആണെന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇത് കഴിക്കാൻ പറ്റാത്ത സാധനമാണ്. സത്യത്തിൽ അതാണ് കോമൺ സെൻസ്. ഈ കോമൺ സെൻസ് നമ്മളെ എന്ത് ചെയ്യുകയും ചെയ്യും? പലപ്പോഴും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, ഞാൻ നാളെ തൊട്ടിട്ട് പുട്ടിനെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് സ്വയം തീരുമാനിക്കണം. പുട്ട് മാത്രം. പുട്ടാണ് എന്റെ നിഷ് എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? പുട്ടിനെ കുറിച്ച് യൂട്യൂബ് ചാനൽ, അത് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ വളരെ പെട്ടെന്ന് നോ പറയും. ഇനി പുട്ടെന്നല്ല, അത്രയും നിഷ് ഡൗൺ ചെയ്യാതെ നമ്മൾ പറയണത്, ഞാൻ കാറുകളെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരുപാട് നോകൾ വരും. ബേസിക്കലി ഇപ്പൊ നമ്മൾ ചെയ്തത് നോ പറയാതിരിക്കുക എന്നുള്ളതാണ്. നോ എന്ന ഫിൽട്ടർ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് ഇത് ഒരു സൈൻ പോസ്റ്റ് അല്ല. ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇത് ഉലക്കയല്ല, ഇത് തേങ്ങയല്ല എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കറിയാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതെന്ന്. പക്ഷേ ആ അല്ല എന്ന ശബ്ദത്തെ നമ്മൾ ഒന്ന് മെരുക്കിയിരുത്തുകയാണ്. എന്നിട്ട് ആണ് 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 എന്ന് പറയാൻ. ബേസിക്കലി ക്രിയേറ്റിവിറ്റിയുടെ ഒരു റൂൾ അത് തന്നെയാണ്. നമ്മൾ എന്ത് പറയുക എന്നുള്ളതാണ്. യെസ് ആൻഡ് എന്ന് പറയുക എന്നുള്ളതാണ്. യെസ് ആൻഡ്. ഇംപ്രോവ് വിസ്ഡം എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകത്തിൽ ഇംപ്രോവൈസേഷൻ, തിയേറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മാക്സിമാണ്, ഒരു പ്രധാനപ്പെട്ട റൂളാണ് സേ യെസ് ആൻഡ്. കാര്യങ്ങളോട് നോ പറയാതിരിക്കുക, അതുപോലെ എന്തും പറയാതിരിക്കുക. യെസ് ബട്ട് എന്നും പറയാതിരിക്കുക. യെസ് ബട്ട്. നോയും യെസ് ബട്ടും പറയാതിരിക്കുക. നമ്മൾ പലപ്പോഴും യെസ് ബട്ട് പറയും.
അപ്പൊ നമ്മളൊരു ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു വെഞ്ചർ, ഒരു സ്ഥാപനം തുടങ്ങാനോ, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനോ ഒക്കെ ആലോചിക്കുകയാണ്. അപ്പോ ചിലപ്പോ ചിലർ എപ്പോഴും എല്ലാത്തിനും നോ പറയും. ആ, യാത്ര പോണോ, ഇപ്പൊ പോണോ, ഇന്നിപ്പോ സിനിമയ്ക്കൊക്കെ പോണോ, കമ്പനിയൊക്കെ തുടങ്ങണോ, എല്ലാത്തിനും നോ പറയും. ചിലർ പറയും സിനിമയ്ക്ക് പോവാം, പക്ഷേ അല്ലെങ്കിൽ കമ്പനി തുടങ്ങാം, പക്ഷേ അതിനപ്പുറത്ത് എന്തെങ്കിലും സാധനം ഉണ്ടാവും. അപ്പൊ ഈ യെസ് ബട്ടും നോയും പറയാതിരിക്കുക, പരമാവധി പറയാതിരിക്കുക എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു അടിസ്ഥാന നിയമം. യെസ് ആൻഡ് എന്ന് പറയുക, കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇത് അവർ അതിനകത്ത് പുസ്തകത്തിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നാടകത്തിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഇവിടെ ഇംപ്രോംപ്റ്റു ആയിട്ട് ഇവിടെ ഒരു നാടകം ചെയ്യാന്ന് കരുതിക്കോ. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു നാടകമാണല്ലോ ഇംപ്രോവൈസേഷൻ, ഇംപ്രോവ് എന്ന് പറയുന്നത്. അപ്പൊ നാടകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു വേദിയിൽ നിൽക്കുന്നു. ആ അതിൽ ഭർത്താവ് പറയാണ്, എടി ആ വരുന്നത് നമ്മുടെ മോനല്ലേ എന്ന് പറയാണ്. അപ്പൊ ഭാര്യ പറയാണ്, മോനോ, അതിന് നമുക്ക് മോനില്ലല്ലോ എന്ന് പറഞ്ഞാൽ നാടകം പൊളിഞ്ഞില്ലേ? അപ്പൊ അവിടെ ആ സ്ക്രിപ്റ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പൊ വേറൊരു തരം നാടകത്തിൽ അത് പോസിബിൾ ആണ്, അത്തരത്തിലൊരു അങ്ങനെ റദ്ദ് ചെയ്തൊരു നാടകം പോസിബിൾ ആണ്. സാധാരണഗതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബ്ലോക്ക് ചെയ്യരുത്, നോ പറയരുത് എന്നുള്ളതാണ്. നമ്മളൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ഡിസ്കഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എല്ലാവരും പറയുന്ന ഐഡിയാസിനെ. ഇപ്പൊ ചില ആളുകൾ എപ്പോഴും എല്ലാത്തിനെയും നോ പറഞ്ഞ് റദ്ദ് ചെയ്താൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഐഡിയ കൊള്ളാം, പക്ഷേ റിയാസ് ചിന പറഞ്ഞ ഐഡിയ കൊള്ളാം, പക്ഷേ സുഹാന പറഞ്ഞ ഐഡിയ കൊള്ളാം, പക്ഷെ അതിന് ഇന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും റദ്ദ് ചെയ്തുകൊണ്ടിരുന്നാൽ എത്ര നേരം ആളുകൾ പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യും? എന്ത് സംഭവിക്കും? What will happen? എല്ലാരും ഒന്നും പറയൂല. എല്ലാവരും ഒന്നും ഇൻപുട്സ് കുറയും, റൈറ്റ്? എല്ലാവരും ഒന്നും പറയില്ല, ഇൻപുട്സ് കുറയും, ആളുകൾ വളരെ പെട്ടെന്ന് സൈലന്റ് ആവും. അപ്പൊ അറ്റ്ലീസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഒരു ഏർലി സ്റ്റേജിലെങ്കിലും വരുന്ന ഐഡിയാസിനെ എല്ലാത്തിനും എടുക്കുക. എല്ലാവരും ഓക്കെ, ഗ്രേസ് പറയുന്നത് എടുക്കുക, സുഹാന പറയുന്നത് എടുക്കുക, ജിസി പറയുന്നത് എടുക്കുക, നസ്രിൻ പറയുന്നത് എടുക്കുക, എല്ലാവരും പറയുന്നത്, ജുമാന പറയുന്ന എല്ലാ ഐഡിയാസും എടുക്കുക. പിന്നെ ഒരു സ്റ്റേജിൽ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ യെസ് ആൻഡ് നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് വരികയാണ്, ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താലോ, യെസ് ആൻഡ് അതായത് അതിന്റെ കൂടെ ഒരു ഐഡിയ കൂടി ചേർക്കുക, അത് നാളെ തന്നെ ചെയ്താലോ, ആൻഡ് അത് കാലിക്കറ്റ് ബീച്ചിൽ ചെയ്താലോ, ആൻഡ് അത് മാനാഞ്ചിറ സ്ക്വയറിൽ ചെയ്താലോ, അല്ലെങ്കിൽ ആൻഡ് അത് ഗ്രേസിനെ കൂടി വിളിച്ചാലോ, റൈറ്റ്? അപ്പൊ അതാണ് യെസ് ആൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയാസ് ആഡ് ചെയ്യാണ് അതിനകത്തേക്ക് ഒന്നും സബ്ട്രാക്ട് ചെയ്യുന്നില്ല. സോ ഫൈനലി യു വിൽ ഹാവ് സംതിങ് ടു ഡു. അപ്പോ ഇത് ഒരു സ്റ്റാൻഡാണ്. ഇതിൽ എന്തൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്? സ്റ്റാൻഡാണ്, റോബോട്ടാണ്, ബിൽബോർഡ് ബിൽബോർഡാണ്, റൈറ്റ്? എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. എന്തായിരുന്നു മുബാഷിർ? സ്റ്റൂളാണ്, റൈറ്റ്? നമ്മളെല്ലാ പോസിബിലിറ്റീസിനെയും നമ്മൾ പോസിബിലിറ്റീസിലാണ് മുന്നോട്ട് പോകുന്നത്, സെർട്ടനിറ്റിയിലല്ല, ഉറപ്പിലല്ല. അപ്പൊ എല്ലാ പോസിബിലിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വൺ ഫൗണ്ടേഷണൽ റൂൾ ഓഫ് ബീയിങ് ക്രിയേറ്റീവ്, ബീയിങ് ഇന്നോവേറ്റീവ്. കാരണം ഇപ്പോൾ നിലനിൽക്കാത്തതൊന്നിനെ കാണുക എന്നുള്ളതാണ്. സ്റ്റീവ് ജോബ്സ് ആദ്യമായിട്ട് ടച്ച് സ്ക്രീൻ ഫോൺ ഇമാജിൻ ചെയ്ത സമയത്ത് ഇറ്റ് ഡിഡന്റ് എക്സിസ്റ്റ്. നോബഡി വാണ്ടഡ് എ ടച്ച് സ്ക്രീൻ ഫോൺ അൺടിൽ ദേ ഗോട്ട് വൺ. ഒരു ടച്ച് സ്ക്രീൻ ഫോൺ ആദ്യമായിട്ട് കയ്യിൽ കിട്ടുന്നത് വരെ ആർക്കും ഒരു ടച്ച് സ്ക്രീൻ ഫോൺ ആവശ്യമേ ഇല്ലായിരുന്നു. സംബഡി തോട്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് പോസിബിൾ ആൻഡ് സംബഡി ക്രിയേറ്റഡ് ഇറ്റ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പലതും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ്സ് അബൌട്ട് ഇമാജിനിങ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ദെയർ. വാട്ട് ഈസ് ദെയർ എന്ന് ചോദിച്ചാൽ ദർ ഇസ് ഓൺലി എ ചാർജർ. വാട്ട് ഈസ് നോട്ട് ദെയർ എന്ന് ചോദിച്ചാൽ ദർ ഇസ് എ സ്റ്റൂൾ. സോറി, വൈറ്റ് ബോർഡ് ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് ഓപ്പൺ ആയതാണോ? അല്ല, ഓക്കെ, റൈറ്റ്. അപ്പൊ ഇല്ലാത്തതൊന്നിനെ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിൽ പേപ്പർ ഉണ്ടോ? പേപ്പർ റെഡി അല്ലേ? പേപ്പർ ആൻഡ് പെൻ. ഓക്കെ, അപ്പൊ ചെറിയൊരു വർക്ക് റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് യെസ് എന്ന് ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. യെസ്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ ആ പേപ്പറിന്റെ നെടുകെ ഒരു വര താഴേക്ക് വരയ്ക്കുക. അപ്പൊ പേപ്പർ രണ്ട് സൈഡ് ഉണ്ടാവും. എന്നിട്ട് ഒരു 3 വര ഇങ്ങനെ വരയ്ക്കുക. അതായത് ചുരുക്കത്തിൽ നിങ്ങൾക്ക് പേപ്പറിൽ 8 കള്ളി വേണം. 8 കള്ളികളായിട്ട് ഭാഗിക്കുക. മുറിക്കണ്ട, വരച്ചാൽ മതി. 8 ചെറിയ കള്ളികൾ ഉണ്ടാവും. ഒരു വര താഴേക്ക് വരയ്ക്കുക, ഒരു 3 വര കുറുകെ ക്രോസ് ആയിട്ട് വരയ്ക്കുക. പേപ്പർ കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുമല്ലോ അല്ലെ? അതിനകത്ത് വെച്ചിട്ട് ചെറിയൊരു ഓക്കെ, റെഡി ആണല്ലോ? നിങ്ങൾ എത്ര പേര് വരക്കാറുണ്ട്? പേടിപ്പിക്കുന്ന ചോദ്യം. ചില ആൾക്കാർ അപ്പോൾ വരച്ച ശീലമില്ലാത്തവരൊന്നും പേടിക്കണ്ട. ആദ്യത്തെ ചലഞ്ച്, ഫസ്റ്റ് ഡ്രോയിങ് ചലഞ്ച്. ആദ്യത്തെ കള്ളിയിൽ, ഏറ്റവും ആദ്യത്തെ കള്ളി, അപ്പൊ നിങ്ങളുടെ കള്ളി 1, 2, 3, 4 അങ്ങനെ 8 കള്ളികൾ ഉണ്ടല്ലോ. ആദ്യത്തെ കള്ളിയിൽ നിങ്ങളൊരു ചിത്രം വരയ്ക്കണം. നിങ്ങൾക്ക് ആ ചിത്രം വരയ്ക്കാൻ വെറും 5 സെക്കൻഡ് ആണ് കിട്ടുക കേട്ടോ. റെഡിയാണോ? നീ വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്താലും മതി. അത് ഫോൾഡ് ചെയ്തിട്ടും ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ സൗകര്യമാവും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ നിവർത്തി കഴിഞ്ഞാല് ഇത്രയും അതെ സെന്റർ മടക്കി നോക്കും. യെസ്, നിങ്ങൾക്ക് വരയ്ക്കാൻ ലൈൻ ഇടാൻ പ്രയാസമുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്താലും മതി. അതേപോലെ വെച്ച് വരയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് വെച്ചാലും വരയ്ക്കാൻ സുഖമായിരിക്കും. റെഡിയാണോ? അപ്പോ ആദ്യത്തെ കള്ളിയിൽ വരയ്ക്കേണ്ടത് 5 സെക്കൻഡ് സമയമുണ്ട്. ആദ്യത്തെ കള്ളിയിൽ വരയ്ക്കേണ്ടത് ഒരു സർക്കിൾ ആണ്, ഒരു വട്ടം. 5 സെക്കൻഡ് സമയം. 5, 4, 3, 2, 1, 0. ഓക്കെ, അതൊന്ന് ക്യാമറയിൽ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാമോ സർക്കിൾസ്? ഓക്കെ, റെഡി. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ കള്ളിയിൽ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങൾ വരയ്ക്കേണ്ടത്, ചലഞ്ച് ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു കുരങ്ങനെയാണ്, മങ്കി. 10 സെക്കൻഡ് സമയം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ടൈംസ് അപ്പ്. അപ്പൊ ഒന്ന് ക്യാമറയുടെ അടുത്തേക്ക് ഒന്ന് കാണിക്കുമോ? അടുത്തേക്ക്, ക്യാമറയുടെ വളരെ അടുത്ത് വരണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ നടത്താനുണ്ട്. കൊള്ളാം, അടിപൊളി. ഗ്രേസ്, കൊള്ളാം. നോക്കട്ടെ, ജുനൈദ് ബ്രോ ഒന്നുകൂടി നോക്കട്ടെ. ജുനൈദ് ബ്രോ, യാ, കൊള്ളാം. റിയാസ് ചിന, കൊള്ളാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു കൈഡി കൊടുക്കാം. നല്ലൊരു കൈഡി, ക്ലാക്ക്. മൂന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് ഇത്തവണ വീണ്ടും 5 സെക്കൻഡ് ആണുള്ളത്. 5 സെക്കൻഡ്. നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു മരമാണ്. ട്രീ, മരം. 5 സെക്കൻഡ്സ്. 5, 4, 3, 2, 1. ഓക്കെ, നോക്കട്ടെ. കൊള്ളാം, അടിപൊളി. ഓക്കെ, വീണ്ടും ഒരു ക്ലാപ്പ്. അപ്പൊ 3 കള്ളിയായില്ലേ? നാലാമത്തെ കോളം നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു അമ്മയും കുഞ്ഞും. 10 സെക്കൻഡ്. 10 സെക്കൻഡ്സ്. അമ്മയും കുഞ്ഞും. 10 സെക്കൻഡ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ടൈംസ് അപ്പ്. ലെറ്റ്സ് സീ. വാവ്. ബാക്കിയുള്ളവർ കാണുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ ഈ ക്യാമറ, ഇത് നല്ല രസമുള്ള കളിയാണ്. നിങ്ങൾക്ക് മിസ് ചെയ്യും. ബാക്കിയുള്ളവർ ക്യാമറ ഓൺ ആക്കിയതിൽ കൂടിക്കോളും. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതില് വളരെ ചെറിയ കുട്ടികൾ ആരും ഇല്ല. അപ്പോ പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ, സീനിയർ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ അറിയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അടുത്തതായിട്ട് വരയ്ക്കേണ്ടത് മോഹൻലാലിനെയാണ്. 10 സെക്കൻഡ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1.
മീശ 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 വിരിച്ച് ലാലേട്ടൻ. ഒരു സെക്കൻഡ്. ഹംദാൻ ബ്രോ ഇത് ഒന്നുകൂടി ക്ലോസ് ആയിട്ട് മാനേജ്മെന്റ് ഇരിക്കൂ. പറയുന്നുണ്ടോ? ഹംദാൻ ബ്രോ, ഇതെന്താണിത്? മോഹൻലാൽ തൂങ്ങിച്ചതോ? കൊള്ളാം. ഓക്കെ. അർച്ചനയുടെ ചിത്രം എല്ലാവരും നോക്കൂ. അർച്ചന വെറും 10 സെക്കൻഡ് കൊണ്ട് ഏറെക്കുറെ ഇത് മോഹൻലാലാണെന്ന് പറയുന്നതിന് ഒരു വിഷമമുണ്ട്. പക്ഷെ ഇറ്റ് ലുക്സ് ലൈക്ക് സംവേർ ഫാൻസ് തന്നെ തല്ലും. പക്ഷെ there is മോഹൻലാൽ ഇൻ ഇറ്റ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്തവണ ഇപ്പൊ ഇത് 5ാമത്തെ കുളത്തിലല്ലേ വരച്ചത്. അപ്പൊ നിങ്ങൾ ഇത്തവണ എളുപ്പവഴി തേടരുത്. നിങ്ങൾക്ക് ആളെ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. One more chance to draw മോഹൻലാൽ. 10 സെക്കൻഡ്. മോഹൻലാൽ 10 സെക്കൻഡ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അർച്ചനയെ മാതൃകയാക്കി എത്ര പേര് ചലഞ്ച് ഏറ്റെടുത്തു എന്ന് നോക്കട്ടെ. വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ബി മോഹൻലാൽ? വാട്ട് ഇസ് ദി എസെൻസ് ഓഫ് മോഹൻലാൽ? നസ്രിൻ. അർച്ചന ഹാസ് ഇംപ്രൂവ്ഡ് അപ്പോൺ ദ പിക്ചർ. ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി. റിയാസ് ബ്രോ നോക്കട്ടെ. ഓക്കെ, കൊള്ളാം. ഉം. വേറെ ആരാ? ഷാഹിദ് ബ്രോ ഒന്നുകൂടി ക്ലോസ് ആക്കോ. ചെറിയ പേപ്പറാ. ഓക്കെ. അനീഷ് വരച്ചിട്ടുണ്ട്. എവിടെ അനീഷ്? എവിടെ? ഞാൻ കാണുന്നില്ല. ഈസ് ഓക്കെ. വാ. അനീഷ് ബ്രോയുടെ ചിത്രം നോക്കണേ. അനീഷ് ബ്രോനെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് സ്പോട്ട്ലൈറ്റ് ഫോർ എവരി വൺ. യെസ്, കാണുന്നുണ്ടോ അനീഷ് ബ്രോ? യെസ്. അനീഷ് ബ്രോ ലേശം ഒന്ന് ബാക്കിലേക്ക് നിൽക്കും. അത് അനീഷ് ബ്രോയുടെ ആദ്യത്തെ മോഹൻലാൽ നോക്കട്ടെ. വാവ്, ആദ്യത്തെ മോഹൻലാൽ ഒന്നുകൂടി മോഹൻലാലാണല്ലോ. കൊള്ളാം, അടിപൊളി. 10 സെക്കൻഡ് കൊണ്ട് ഇന്നേ വരെ ആരും മോഹൻലാലിനെ വരച്ചിട്ടുണ്ടാവില്ല ലോകത്ത്. റൈറ്റ്. ഓക്കെ. അപ്പോ അടുത്തതായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് ഇപ്പൊ എത്ര കോളായി? 6 കോളായില്ലേ? ഇല്ലല്ലോ. എത്രയായി? 6. 6. അടുത്തതായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്, നിങ്ങൾക്ക് 15 സെക്കൻഡ് ഉണ്ട്. 15 സെക്കൻഡ് സമയം. റൈറ്റ്. നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു അങ്ങാടി, ഒരു മാർക്കറ്റ്, അങ്ങാടി. 15 സെക്കൻഡ്. 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ. നോക്കട്ടെ. അങ്ങാടി. നസ്രിൻ കൊള്ളാം, 2-3 കടകളുണ്ട്. അർച്ചന കൊള്ളാം. അബ്ദുൾ അഹദ് ബ്രോ ഓക്കെ, കൊള്ളാം. 2 റോഡ് സൈഡിൽ ഒരുപാട് കടകൾ. റിയാസ് ചിന, ശുചിക്കാരൻ കൊള്ളാം. ഓക്കെ. ഗ്രേസിന്റെ കണ്ടില്ല. ഓക്കെ, കൊള്ളാം. റൈറ്റ്. ഓക്കെ, അടിപൊളി. ഇത് കുറച്ച് പേര് അപ്പുറത്തെ പേജിലൊക്കെ ആയതുകൊണ്ട് GC കൊള്ളാം. ഗ്രേറ്റ്. ഓക്കെ. അടുത്തതായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു മത്സ്യകന്യക. 5 സെക്കൻഡ്സ്. 5, 4, 3, 2, 1. Stop. Wow. How did you make it in 5 seconds? അർച്ചന, റിയാസ് ടിന, ശുചിക്കാരൻ കൊള്ളാം. ഹാരിസ് ബ്രോ കൊള്ളാം. ജസീൽ ബ്രോ കൊള്ളാം. അനീഷ് മുത്താരി, ഫർഹാൻ, ലിഷിത. യെസ്. ഓക്കെ. നിങ്ങൾ ബാക്കിയുള്ളവരെയും കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ 7 കോളത്തിൽ നമ്മൾ വരച്ചു. എന്ത് തോന്നുന്നു? വാട്ട് ഡു യു ഫീൽ? ഇപ്പൊ നിങ്ങൾ വരച്ച വരയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
സത്യസന്ധമായിട്ട് പറയണം. ഭയങ്കര ശോകായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരാൾ ശോകമായിട്ട് തോന്നുന്നു പറയുന്നത്. ഇത് വേറെ കണ്ടാൽ അംഗീകരിക്കില്ല. വേറെ ആരും കണ്ട അംഗീകരിക്കില്ല. ഉം. പക്ഷെ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിസ്മയ് ബ്രോ, ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ലിഷിത സൂപ്പർ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, എതിരഭിപ്രായങ്ങളുണ്ട്. വേറെ ആരൊക്കെയാണ്? ആ അഭിപ്രായമുള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്? ഇത് കൊള്ളാമെന്ന് തോന്നിയ ആൾക്കാർ എത്ര പേരുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ചാറ്റ് വിൻഡോയിലും ടൈപ്പ് ചെയ്യാം. അയ്യോ, ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് ഒന്നിപ്പോ ഞാൻ കണ്ടു. കൊള്ളാം. റൈറ്റ്. ഓക്കെ. അപ്പൊ അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ വരച്ചതിനെ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്ഥിരം പെർസീവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. റൈറ്റ്. അപ്പൊ കുറച്ച് പേർക്ക് ഇത് വലിയ രസമില്ലാന്ന് തോന്നുന്നുണ്ട്, അത്ര പോരാൻ തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇത് സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യോ. നിങ്ങൾ വരച്ചത് നിങ്ങളെ പോസിറ്റീവായിട്ട് സർപ്രൈസ് ചെയ്തതെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് എ പോസിറ്റീവ് സർപ്രൈസ്. യെസ് 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 യെസ്. റൈറ്റ്. അപ്പോ സത്യത്തിൽ ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രവിവർമ്മയുടെ ചിത്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെയാണ് ഇതൊക്കെ മോശം ചിത്രമാവുന്നത്. പക്ഷെ 5 സെക്കൻഡ് കൊണ്ട് ഓരോരുത്തർ വരച്ച മോഹൻലാലിന്റെ ചിത്രം നിങ്ങൾ നോക്ക്. 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് എന്താണെന്ന് നോക്ക്. നിങ്ങൾ പലരും, ഇപ്പൊ എല്ലാവരും ചിത്രകാരന്മാരല്ല. ചിത്രം വരയ്ക്കുന്ന ആളുകൾ 5 സെക്കൻഡിന് പകരം 5 മണിക്കൂർ കൊടുത്താൽ ആ ചിത്രം ഉറപ്പായിട്ടും ബെറ്റർ ആവും. പക്ഷെ വര പതിവില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ 5 സെക്കൻഡിന് പകരം നിങ്ങൾക്ക് 5 മിനിറ്റ് തന്നാൽ ആ ചിത്രം നിങ്ങൾ മോശമാക്കുക ചെയ്യാം മിക്കവാറും ആൾക്കാർ. പലരും ആ വെല്ലുവിളി ഏറ്റെടുക്കൂല. അപ്പൊ 5 മിനിറ്റ് എടുത്ത് നിങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ പലരും ആ വഴിക്ക് പോവുകയില്ല. അപ്പൊ 5 സെക്കൻഡിൽ ഒരു മാജിക് ഉണ്ട്. 5 സെക്കൻഡിലും 10 സെക്കൻഡിലും ഒക്കെ ഒരു മാജിക് ഉണ്ട്. സാധാരണ നമുക്ക് കഴിവില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് 5 സെക്കൻഡിൽ ചെയ്യാൻ പറ്റും, 5 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ആവുന്നുണ്ടോ? നമ്മൾ സാധാരണ അതായത് നമ്മൾ കഴിവുണ്ട് നമുക്ക് കരുതുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ സമയമെടുത്ത് നന്നായിട്ട് ചെയ്യും. നമ്മളുടെ ഒരു കഴിവല്ല, നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ അല്ല എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ആ സമയം കൂടുതൽ കിട്ടി നമ്മൾ ആലോചിച്ച് ഓവറായിട്ട് ജഡ്ജ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക ചെയ്യുക. അപ്പൊ 5 സെക്കൻഡ് വിൻഡോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം, ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു, ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ടീച്ചിങ് ഒരു സബ്ജക്ട്, ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നു, അതിനകത്തൊരു ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ആദ്യത്തെ ഒരു 5 സെക്കൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എനിക്ക് അറിയാലോ, അത് പറയാം എന്നായിരിക്കും തോന്നുന്നത്. 5 4 3 2 1 അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവും. ആ 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ യെസ് ഞാൻ പറയാം എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുക? ആ 5 സെക്കൻഡിനുള്ളിൽ എന്തൊക്കെയാണ് മനസ്സിൽ കടന്നുകൂടുക? ഞാൻ പറഞ്ഞാൽ ശരിയാവും. ഞാനിത് പറഞ്ഞാൽ ശരിയാവോ? സത്യം പലവട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് റംല പറയുന്നു. അനുഭവസ്ഥരുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നസ്രിൻ പറയൂ. അതെ, എക്സാമിന്റെ സമയത്തൊക്കെ ആൻസർ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ട് ആ ഒരു സെക്കൻഡിൽ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ട് അവസാനം കുറെ ആലോചിച്ചിട്ട് ആൻസർ തെറ്റിച്ചെഴുതും. കുറെ സമയം. റൈറ്റ്. അപ്പൊ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ നമ്മൾ പ്ലാനിൽ കുരുങ്ങും. റൈറ്റ്. നമുക്ക് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ വന്നു, ഞങ്ങൾ മലയാളത്തിൽ ഈ സെഷൻ പ്ലാൻ ചെയ്ത് വന്നു. ഇവിടെ വരുന്ന സമയത്ത് എവിടെയോ നമ്മൾ വിചാരിക്കും സംഘാടകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് ഇവിടെ ഇതിനകത്തൊരു മലയാളം മനസ്സിലാവാത്ത ഒരു 10 പേരുണ്ടെന്ന് കരുതിക്കോ. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ മലയാളം ഇംഗ്ലീഷ് നമുക്ക് ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാവേണ്ടതല്ല. പക്ഷെ ഈ പ്ലാനിൽ കുരുങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാനും കമറൊക്കെ എന്താവും, അയ്യോ പോയി എല്ലാം പോയി. നമ്മൾ അതായത് ഇതെന്തോ ഇളകിയാൽ പോകുന്ന ചില ആൾക്കാരെ എനിക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്. രാത്രി പരീക്ഷയുടെ തലേന്ന് കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ പോയിട്ട് അവന്റെ തോളത്ത് തട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ എന്തെങ്കിലും തോളത്ത് തട്ടി തട്ടല്ലേ പഠിച്ചു പോകും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതേപോലെ തട്ടാതെ മുട്ടാതെ നടക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. നമ്മൾ പ്ലാനിൽ സ്റ്റക്ക് ആവും. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്ലാനിൽ സ്റ്റക്ക് ആകാതിരിക്കലും കൂടിയാണ്. 5 സെക്കൻഡ് സമയം തരുമ്പോൾ നിങ്ങൾ വരച്ചത് സ്പോണ്ടേനിയസ് ആയിട്ടാണ്. 5 മിനിറ്റ് എന്നാൽ നിങ്ങൾ ഒരുപാട് ആലോചിക്കും. എന്നെ കൊണ്ട് ഇത് പറ്റുമോ? മോഹൻലാൽ എങ്ങനെ ഇരിക്കുന്നത്? ഇതിപ്പോ ഞാൻ വരച്ച മമ്മൂട്ടിനെ പോലെ ആവുമല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും.
മോഹൻലാലിന്റെ ഇടതുവശമാണോ വലതുവശമാണോ ചരിഞ്ഞിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. റൈറ്റ്? അപ്പോൾ പാരാലിസിസ് ബൈ അനാലിസിസ് സംഭവിക്കും. പാരാലിസിസ് ബൈ അനാലിസിസ്. നമ്മൾ അനാലിസിസ് ചെയ്ത് നമുക്ക് അനങ്ങാൻ പറ്റാതെ ആവും. അപ്പൊ സ്പോണ്ടേനിയസ് ആവുക എന്നുള്ളതും ക്രിയേറ്റിവിറ്റിയുടെ ഒരു പില്ലറാണ്. ബീങ് സ്പോണ്ടേനിയസ്. നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലുമല്ല, ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു വളരെ PPT ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്ലാൻ ചെയ്യും. പവർ പോയിന്റ് അങ്ങനെ ചെയ്യാറില്ല നമ്മൾ, പക്ഷെ കുറെ മുമ്പൊക്കെ നമ്മൾ പവർ പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് നമ്മളുടെ ട്രെയിനിങ്ങിന്റെ ഒരു അപ്രോച്ച് PPT എന്ന് പറഞ്ഞ സാധനം നമ്മൾ തൊടാറില്ല. മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം ഇതേപോലെ PPT വളരെ പ്രധാനമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്ലാൻ ചെയ്തു. അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് എന്തില്ല? കറണ്ട് ഇല്ല. PPTയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണിക്കേണ്ട, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും ഇമേജസും കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പൊ പ്ലാനിൽ കുടുങ്ങുന്ന ആളാണ്, അയ്യോ ഇന്നത്തെ പ്രസന്റേഷൻ പോയി. കഴിഞ്ഞ ലാസ്റ്റ് എന്നാണ്. ട്രെയിനിങ്ങിൽ വിന്നി കഴിഞ്ഞ ലാസ്റ്റ് Yes, yes. ട്രെയിനിങ്ങിൽ വിന്നിക്ക് ഉണ്ടായ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു ചെയറിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് ആക്ടിവിറ്റി. Yeah. അതൊന്ന് ഷെയർ ചെയ്താലും മതിയോ? അപ്പൊ ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിൽ ഞങ്ങൾക്ക് ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി, ഗോൾ സെറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ലിറ്ററലി ഫുട്ബോൾ കളിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ അത് കസേരയിൽ ഇരുന്നിട്ട് കാലിൽ ബോൾ വെച്ചിട്ട് ഈ കാലിൽ നിന്ന് കാലിലേക്ക് അടുത്ത ആളുടെ കാലിലേക്ക് ബോൾ പാസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 8 പേര് നിരന്നിരുന്നിട്ട്. അപ്പൊ ഞാൻ തലേന്ന് രാത്രി ട്രെയിനിങ് ഹാൾ അവിടെയുള്ള ഹോട്ടലിലെത്തി, ട്രെയിനിങ് ഹാളുള്ള ഹോട്ടലിലെത്തി, അവിടെയാണ് സ്റ്റേ. രാത്രി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കസേര ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഫ്ലോറിലൊക്കെ മാറ്റ് ഇരിക്കുന്നത്, അതിലാണ് ഇരുന്നിട്ടാണ് ചെയ്യുക. അപ്പൊ കസേര കൊണ്ടുവരാൻ പറ്റുമോ വെച്ചപ്പോ ആ ബിൽഡിങ്ങിൽ കസേരയേ ഇല്ല. അപ്പൊ ഞാൻ രാത്രി റൂമിൽ പോയിട്ട് ആലോചിച്ചു എന്താ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പാനിക് ആയില്ല. കുറെ നാളായിട്ട് ഇതൊരു പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ പാനിക് ആവാറില്ല. കസേര ഇല്ല എന്നുള്ള വസ്തുത യാഥാർത്ഥ്യത്തെ വളരെ പെട്ടെന്ന് അവർക്ക് കൊണ്ടുവരാനും പോയി. എറണാകുളത്താണ്, എനിക്ക് വേറെ എവിടുന്നെങ്കിലും കസേര വെച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിൽ കസേര വാങ്ങാനോ ഒന്നും നടക്കില്ല. അപ്പൊ തന്നെ ആലോചിച്ചു, ഇതിനിപ്പോ കിടന്ന് ചെയ്യണോ, തറയിൽ കിടന്ന് ചെയ്യണോ, അത് ആളുകളെല്ലാം കൂടി തോളത്ത് കൈവച്ച് ചെയ്യണോ, എങ്ങനെയാണ് ചെയ്യാന്ന് ആലോചിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ താഴെ കിടന്നിട്ടൊന്ന് ചെയ്തു നോക്കി. അപ്പൊ തറയിൽ പിന്നെ എനിക്ക് മനസ്സിലായി തറയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും, കൈ ബാക്കിലേക്ക് കുത്തിയിട്ട്. അത്യാവശ്യം ആരോഗ്യമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, കുഴപ്പമില്ല എന്ന് മനസ്സിലായി. കാരണം ഈ കാല് രണ്ടും പൊക്കേണ്ടതുകൊണ്ടേ. അപ്പൊ എങ്ങനെ ചെയ്യുന്നുള്ളത്, അപ്പൊ അതിനെക്കുറിച്ച് ബേജാറാവാതെ നമ്മൾ അത് ചെയ്തു. അപ്പൊ സ്പോണ്ടേനിയസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. സ്പോണ്ടേനിയസ് ആവുക എന്നുള്ളത് ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഒരു പില്ലറാണ്. റൈറ്റ്? ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്തെങ്കിലും തോട്ട്സ് ഷെയർ ചെയ്യാനുണ്ടോ അതിൽ? സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട്, എനിക്ക് അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. യെസ്, താങ്ക് യു നസ്രീൻ. ഡു യു വാണ്ട് ടു ഷെയർ സംതിങ്, അത്തരത്തിലുള്ളൊരു സം എക്സ്പീരിയൻസ്? ജുമാനയുടെ മൈക്ക് എന്തോ പ്രശ്നം കേട്ടോ. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചെയ്ത് നോക്കൂ, ചിലപ്പോൾ അത് അതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇയർഫോൺ എന്തെങ്കിലും പ്ലഗ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ അതിൽ. കാരണം ഞങ്ങൾക്ക് ഒന്നും കേൾക്കുന്നില്ല, ഒരു നോയ്സ് മാത്രമേ കേൾക്കുന്നുള്ളൂ. നസ്രീൻ, എന്തെങ്കിലും ഡു യു വാണ്ട് ടു ഷെയർ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്? ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഫസ്റ്റ് ടൈം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. അത് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ആ ഒരു ഡിസിഷൻ ചിലപ്പോ എന്താ പറയാ ഞാൻ മാറ്റി ചിന്തിച്ചേനെ. കാരണം ഒരുപാട് ചലഞ്ചസ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷെ അതെന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു നസ്രീൻ. ഓക്കെ, അപ്പോ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ നമ്മളുടെ ലൈഫിലുള്ള ഒരു ചലഞ്ചിനെ ഡീൽ ചെയ്യാന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളെ സ്റ്റക്ക് ആക്കുന്ന ഒരു കാര്യം എന്താണ്? അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾ ഇന്ന മേഖലയിൽ ഇന്ന കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കാണ്.
അത്തരത്തിലുള്ള ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അത് കരിയറിലെ ഒരു സംഗതി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷനിലായിരിക്കാം. അതിൽ നിങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതില്ല. ആ, പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒന്നോ രണ്ടോ പേര് നമുക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, നിങ്ങളിപ്പോ സ്റ്റക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ മിന്നൽ മുരളി കണ്ടു, മലയാളത്തിലെ തന്നെ സൂപ്പർ ഹീറോ മൂവി. സ്പൈഡർമാൻ ഒക്കെ പോലത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരം സിനിമകളിലൊക്കെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഇവന്റ് നടക്കുന്നു. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു മാജിക്കൽ പവർ കിട്ടുന്നു, ഇവരുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവുന്നു, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഒരു മാജിക്കൽ പവർ കിട്ടി. ഇപ്പൊ ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളെ ഒരു മിന്നൽ അടിച്ചിട്ട് നിങ്ങൾ ഒരു മിന്നൽ മുരളി ആയി എന്ന് കരുതുക. നിങ്ങളുടെ ആ പ്രശ്നത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു മാജിക്കൽ പവർ കിട്ടിയെന്ന് കരുതുക, റൈറ്റ്? അപ്പൊ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഉണ്ടാവും, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ആയിട്ടുണ്ടാവുക, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് മാജിക്കൽ പവർ കിട്ടി. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. വിന്നി, ആ. ഒരു ഫോർ ക്ലാരിറ്റി ഒന്നും കൂടെ ഒരു ആഡ് ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു മാറ്റം വന്നാല് നാളെ രാവിലെ മുതൽ, ഇന്ന് സെഷൻ കഴിഞ്ഞിട്ട് നാളെ മുതൽ ഈ മാറ്റം വരികയാണ്. അപ്പൊ പുറത്ത് നമ്മോട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ മാറ്റം കാണുകയാണ്. അപ്പൊ ഇന്നലെ വിനീത് അങ്ങനെ അധികം ആളുകളോട് സംസാരിക്കാത്ത ആളായിരുന്നു. പക്ഷെ വിനീത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയണം. അപ്പൊ വിനീത് ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് വിനീതിനെ സ്റ്റക്ക് ആക്കുന്നത് വിചാരിക്കുക സപ്പോസ്. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്ക് വിനീതിന്റെ എല്ലാവരോടും സംസാരിക്കുന്നു. വീട്ടില് അമ്മയും അച്ഛനൊക്കെ കണ്ട് അത്ഭുതപ്പെടുകയാണ്, വിനീതിന് എന്ത് സംഭവിച്ചു, വിനീത് സംസാരിക്കാൻ തുടങ്ങിയില്ല, ഫ്രണ്ട്സ് കാണുകയാണ്. അപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ ഈ മാറ്റം കാണാൻ വേണ്ടി പറ്റുകയാണ് പിറ്റേ ദിവസം മുതൽ. ഓക്കെ, യെസ്. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ എന്താണ് ഇപ്പൊ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് സൂപ്പർ പവർ കിട്ടിയാലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള സംഗതി? യെസ് നസ്രത്ത്. ഞാൻ ഇപ്പൊ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണിങ്ലി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ആ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റും. റൈറ്റ്, ഗ്രേറ്റ്. വേറെ ആരെങ്കിലും? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വീട് പണിയിലാണ് സ്റ്റക്ക് ആയിരിക്കുന്നത്. അതൊരു ഭയങ്കര Okay. സ്റ്റക്ക് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. എന്താണ് സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് കിട്ടണമെങ്കിൽ നന്നായിരിക്കും. ഫണ്ടാണ് പ്രശ്നം. റൈറ്റ്, ഫണ്ടാണ് പ്രശ്നം. ബാങ്ക് കൊള്ളടിക്കുന്നു, വീട് പണി പൂർത്തിയാക്കും. എന്താണ്? സൂപ്പർ പവർ കിട്ടുന്നു, ബാങ്ക് കൊള്ളടിക്കുന്നു, വീട് പണി പൂർത്തിയാക്കുന്നു. ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണോ? Just kidding. റൈറ്റ്. യാ, ഓക്കെ. വേറെ ആരെങ്കിലും? ഞാന് പറയാം. പറയും. ഞാന് പ്രൊഫഷണലി ഒരു ഡെന്റിസ്റ്റ് ആണ്. ഞാൻ സൈക്കോളജിക്ക് പഠിക്കുകയാണ്, മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പോ എന്റെ ഇഷ്ടമാണ് സൈക്കോളജി. എനിക്ക് പേഴ്സണലി, എനിക്ക് മാത്രം, അതായത് ഞാൻ തന്നെ ആർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല, അതും ഏജിലാകുമ്പോ പ്രത്യേകിച്ചും. അപ്പോ ഡെന്റിസ്ട്രി എനിക്ക് വിടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അപ്പൊ എല്ലാവരുടെയും പേടി ഞാൻ ഡെന്റിസ്റ്റ് വിട്ടിട്ട് സൈക്കോളജി എടുക്കാനുള്ള പ്ലാൻ ആണ് എന്നാണ്. അപ്പോ ഞാൻ സ്റ്റക്ക് ആവുക എപ്പോഴും വെച്ചാൽ, ഞാൻ പഠിക്കാനിരിക്കുമ്പം ഈ തോട്ട്സ് വരും. അതായത് എനിക്ക് പേഷ്യൻസിനെ നോക്കണം, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പെർസ്യൂ ചെയ്യുന്ന കരിയർ ഒക്കെ കുഴപ്പമാണല്ലോ, നമ്മുടെ തോട്ട്സ് മുഴുവൻ ഇങ്ങനെ ഇടങ്ങേറാവും. അപ്പോ ഞാൻ ഇങ്ങനെ സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ, സൂപ്പർ പവർ എന്നല്ല, ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്താൽ മതി, പക്ഷെ സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു വെൽനസ് സെന്റർ തുടങ്ങാൻ പറ്റണം. അവിടെ എല്ലാവർക്കും സീക്ക് ചെയ്യാൻ പറ്റണം. ഏത് തരം
ട്രീറ്റ്മെന്റ്, അതായത് ഇപ്പോൾ സൈക്കോളജി ആയാലും ഫിസിയോളജി ആയാലും, സോറി, സൈക്കോളജിയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയോ റിലേറ്റഡോ അല്ലെ വെൽനസ് ആയിട്ട് റിലേറ്റഡ് എന്തും ചെയ്യാൻ പറ്റണം. അപ്പൊ ആൾക്കാർക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയി. കാരണം സൈക്കോളജി എപ്പോഴും ആ ഒരു സ്റ്റിഗ്മ ഉള്ള സാധനം ആയതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരിക്കും. അതാ കുറെ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് മേർജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പലതരം പ്രോബ്ലംസ് പറഞ്ഞു, പലതരം ഗ്യാപ്പുകൾ, നിങ്ങൾക്ക് എത്താൻ ആഗ്രഹമുള്ള ഒരു പോയിന്റും ഇപ്പൊ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റും പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ പല പ്രോബ്ലംസിലും സ്റ്റക്ക് ആവുന്ന സമയത്ത് ആ, നമുക്ക് എവിടെ നിന്ന് തുടങ്ങും എന്നുള്ളൊരു സംഗതി ഉണ്ടാവും. വേർ ഡു വി സ്റ്റാർട്ട് ഫ്രം, റൈറ്റ്? ഇംപ്രോവിസ്റ്റം ആ ബുക്ക് ബേസിക്കലി ക്രിയേറ്റിവിറ്റിയെ കുറിച്ചുള്ള ബുക്കാണ്. അതിനകത്ത് ഇംപ്രോവൈസേഷന്റെ മറ്റൊരു മാക്സിമാണ് സ്റ്റാർട്ട് എനിവേർ. സ്റ്റാർട്ട് എനിവേർ. വി ലുക്ക് ഫോർ എ പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഏതൊരു കാര്യവും ചെയ്യാൻ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പൊ നിങ്ങളൊരു നോവൽ എഴുതാന്ന് കരുതിപ്പോ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ലൈൻ തൊട്ട് എഴുതണം എന്ന് വിചാരിക്കും. പക്ഷെ യു ഡോണ്ട് നോ ആ നോവൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് എഴുതി വരുമ്പോഴേ അറിയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ലൈൻ കിട്ടി, ആ ലൈൻ എഴുതുക. ആ ലൈൻ ചിലപ്പോൾ അതിലെ 4ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററിന്റെ 5ാമത്തെ ലൈൻ ആയിരിക്കും. നിങ്ങൾ അവിടുന്ന് എഴുതി 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 താഴേക്ക് പോകുന്നു, അത് എവിടെയോ എത്തിയിട്ടുണ്ട്, ആ ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഇതിന്റെ മുമ്പിൽ ഒരു 5 ലൈനും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു കഥയുടെ ഒരു ഭാഗമായി. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഇതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇതിപ്പോ എവിടുന്നാണ് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തുടങ്ങുക? വീടുണ്ടാക്കാനുള്ള ഫണ്ടിന്റെ പ്രശ്നമാണെങ്കിലും, നസ്രിൻ പറഞ്ഞ പ്രോബ്ലം ആണെങ്കിലും, ഫർസാന പറഞ്ഞ കരിയറിലെ ഒരു ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും, ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ എവിടെ നിന്ന് സോൾവ് ചെയ്ത് തുടങ്ങും? വേർ ഷുഡ് ഐ സ്റ്റാർട്ട്? വാട്ട് ഇസ് ദി ഐഡിയൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്? വാട്ട് ഇസ് ദ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? എവിടെ നിന്നെങ്കിലും തുടങ്ങുക. സ്റ്റാർട്ട് എനിവേർ. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. ആൻഡ് സ്റ്റാർട്ട് സ്മോൾ. നിങ്ങൾക്കൊരു യൂട്യൂബർ ആവണം, അപ്പൊ നിങ്ങൾ വേറൊരു കരിയറിലാണ് ഉള്ളത്. നിങ്ങളൊരു ട്രാവൽ ചാനലാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ലോകത്തെ എല്ലായിടത്തും സഞ്ചരിക്കാനും ഇന്ത്യയിൽ പല സ്ഥലത്തും സഞ്ചരിക്കാൻ പോലും നിങ്ങൾക്ക് സാമ്പത്തികാവസ്ഥയില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നു ജാബിർ മലബാരി നിങ്ങളുടെ ഗ്രൂപ്പിൽ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാബിർ മലബാരി റീസെന്റ് ഒരു ഗ്രാമവണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതിപ്പോ ശരിയാ, ഇത് കൊള്ളാലോ. അപ്പൊ മുക്കൊരു കുറ്റിപ്പുറത്ത് ഇപ്പൊ പല ആളുകളും ചെയ്യുന്ന നമ്മളെ വളരെ ചുറ്റുപാടുള്ള മുപ്പര് കുറച്ച് മറ്റു സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ മുപ്പര് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇപ്പോൾ ഞാൻ കുറ്റിപ്പുറം MES പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്തുകൂടിയുള്ള ഒരു ചെറിയൊരു വഴി, താഴെ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴി, പിന്നെ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു ചായക്കട. അപ്പൊ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ പലപ്പോഴും ആളുകൾ ആലോചിക്കുക ഈ വലിയ ട്രാവൽ വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ അപ്പം കുളു മണാലിയിൽ പോയില്ലെങ്കിൽ എങ്ങനെ ട്രാവൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് കരുതി ബേജാറാവുന്ന ആളുകളുണ്ട്. പക്ഷെ ഇഫ് യു ടെൽ ദ സ്റ്റോറി വെൽ, ഇൻസ്റ്റാഗ്രാം ഡസൻ ഫൈൻഡ് എനി ഡിഫറൻസ്. അതിന്റെ അൽഗോരിതം, അത് സ്റ്റോറി ടെല്ലിംഗ് നന്നായാൽ, അതിന്റെ എഡിറ്റിംഗ് വിഷ്വലൊക്കെ നന്നായി കഴിഞ്ഞാൽ അത് കയറ്റിവിടും. അപ്പൊ എവിടെ നിന്നെങ്കിലും സ്റ്റാർട്ട് എനിവേർ എന്നുള്ളതാണ്. ഏത് പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എവിടെ നിന്നെങ്കിലും തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, ഇപ്പോ മനസ്സ് എന്തു പറയുന്നോ ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടങ്ങാം. ഇത് ഏറ്റവും നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണോ എന്ന് ആലോചിക്കാതിരിക്കുക. ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദാറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ബീങ് എ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവർ. കമറു, വുഡ് യു ലൈക്ക് ടു ആഡ് സംതിങ്? യെസ്. അതില് ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം നമ്മൾ ആ ഒരു മാജിക് പവർ കിട്ടിയല്ലോ, അതിന് നമുക്കൊരു 10 എന്നൊരു സ്കോർ കൊടുക്കാം. ഒരു 1 to 10 ഒരു സ്കെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0 ആയിരിക്കും. അഥവാ ഒന്നും അല്ലാത്തൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണ് 0 എന്ന് പറയുന്നത്. സോറി. അതില് നമ്മൾ ആ മാജിക് പവർ സംഭവിക്കുന്നു, വീട് എന്ന സംഗതി ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഒരാൾക്കൊരു പുസ്തകം എഴുതണമെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ട് പോലും ഇല്ലാത്തൊരു സമയത്ത് ഒരു 0 എന്ന് പറയാം. ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ഇല്ല, 100% ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന് 10 എന്ന് പറയാം. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ നിൽക്കുന്ന ഒരു സ്ഥലം ഒന്ന് മെന്റലി ഒന്ന് നോട്ട് ചെയ്യാം. അഥവാ ഏത് സ്കോറിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ 1-ലായിരിക്കാം, 2-ലായിരിക്കാം, 3-ലായിരിക്കാം, 4-ലായിരിക്കാം, 8-ലായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്കോറിലായിരിക്കാം ഇപ്പൊ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഒന്ന് ബിഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു
പോയിന്റ് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഇപ്പോ നിങ്ങളൊരു 5ലോ 4ലോ എത്രയിലാണോ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം. അതിൽ നിന്ന് ഒരു ചെറിയൊരു ടാർഗറ്റ് വെക്കുക. ഒരു ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയൊരു ഒരു സ്റ്റാർട്ട് പോയിന്റ്, ഒരു സ്റ്റാർട്ടിങ് വെക്കുക. അഥവാ ഞാനൊരു 3 മന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മന്ത് കഴിയുമ്പോൾ ഒരു ഞാനിപ്പോ 6ൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 4ൽ നിൽക്കുകയാണെങ്കിൽ 5.5 അല്ലെങ്കിൽ 5 എന്തെങ്കിലും, അല്ലെങ്കിൽ 4.5 ഒരു ഗ്രോത്ത് മെന്റലി ഒന്ന് ഇമാജിൻ ചെയ്താൽ നല്ലതാണ്. അഥവാ നമ്മള് ഒരു എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ, ആ ഒരു പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേർ ഡു വി വാണ്ട് ടു ഗോ അതും നമ്മുടെ മൈൻഡിലുണ്ട്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മൈൻഡിലുണ്ട്. പക്ഷെ ആ പോകാനുള്ള ദൂരം ഒരുപാട് ദൂരം ആയതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കോളും. ഇനി പറഞ്ഞ പോലെ എവിടുന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ്, ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ഥലം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ടാർഗറ്റ് വെച്ചൊന്ന് സ്റ്റെപ്പ് ചെയ്താൽ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങൾ, സ്പോണ്ടേനിയസ് ആവുക, സ്റ്റാർട്ട് എനിവേർ, സേ യെസ് ആൻഡ്, ബി സ്പോണ്ടേനിയസ്, സേ യെസ് ആൻഡ്, ബി സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിമിഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. പൂച്ച എലിയെ പിടിക്കാനിരിക്കുന്നത് പോലെ എന്ന് പറയുന്നുണ്ട് നമ്മളുടെ എക്കാർട്ട് ടോളയുടെ ബുക്കിന്റെ പേര് പവർ ഓഫ് നൗ എന്ന് പറയുന്ന ബുക്കിൽ. പൂച്ച എലിയെ പിടിക്കാനിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? തല പതുങ്ങി, അതിന്റെ പുറഭാഗമൊക്കെ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് ഇങ്ങനെ 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 ഇരിക്കുന്നുണ്ടാവും, പതുങ്ങി ഇരിക്കുന്നുണ്ടാവും. പൂച്ചയ്ക്ക് അറിയാം എങ്ങോട്ടാണ് ചാടേണ്ടതെന്ന്? പൂച്ചയ്ക്ക് അറിയില്ല. എലി എങ്ങോട്ടാണോ ചാടുന്നത് അങ്ങോട്ടാണ് പൂച്ച ചാടേണ്ടത്. ഇപ്പൊ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ അതുപോലെയാണ്. നമ്മൾ വളരെ വലിയ പ്ലാനോട് കൂടി നിൽക്കും. എലി വലത്തേക്കായിരിക്കും ചാടുക, അതുകൊണ്ട് വലത്തേക്ക് ചാടാം എന്ന് കരുതിയിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സ് അങ്ങനെയാണ്. അവരവരുടെ ചിന്തയിൽ സ്റ്റക്ക് ആവാൻ പാടില്ല. അവർ ആ മൊമെന്റിൽ അസസ് ചെയ്ത് ചാടണം. അവർക്ക് അതിന് മുന്നേ വളരെ വലിയൊരു പ്ലാൻ ഉണ്ടാവാൻ പാടില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കുടുങ്ങും. കാരണം മറ്റേ ആൾ പന്ത് എങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ടാണ് ചാടേണ്ടത്. അയാൾ എങ്ങോട്ടാണ് അടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, സൈക്കോളജിക്കൽ അത് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആ കാലിൽ നിന്ന് പന്ത് പുറപ്പെടുന്ന നിമിഷം തൊട്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സെൻസർ, ആ സെൻസർ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ടാണ് ചാടുക. അപ്പൊ എന്ത് കഴിയണം? നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും അല്ലാതെ ഈ നിമിഷത്തിൽ നിൽക്കാൻ കഴിയണം. പാസ്റ്റിനെ കുറിച്ചുള്ള പേടി, ബേസിക്കലി ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എല്ലാ പേടികളും പാസ്റ്റിൽ നിന്ന് വരുന്നതെന്നാ പറയാ. ഒരാൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പാട്ട് ഇടയ്ക്ക് വെച്ച് നിൽക്കുവോ, എനിക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് വാക്കുകൾ കിട്ടാതെ വരുമോ എന്ന ഫ്യൂച്ചറിനെ പറ്റിയുള്ള പേടികളൊക്കെ ഒന്നുകിൽ പാസ്റ്റിൽ ആരോ നമ്മളുടെ തലയിൽ സ്റ്റോർ ചെയ്ത കഥകളാണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ എപ്പോഴോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് എപ്പോഴും സംഭവിക്കുമെന്ന ചിന്തയാണ്. പാസ്റ്റിൽ 10 വട്ടം എലി വലത്തോട്ട് ചാടി എന്ന് കരുതിയിട്ട് എലി എന്നും വലത്തേക്കാണ് ചാടുക എന്ന് പൂച്ച വിചാരിച്ചാൽ, പൂച്ച അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് പിന്നെ എലിയെ കിട്ടിക്കൊള്ളുന്നില്ല. റൈറ്റ്? അപ്പൊ സ്പോണ്ടേനിയസ് ആവുക, യെസ് ആൻഡ് പറയുക, ആൻഡ് സ്റ്റാർട്ട് എനിവേർ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, ക്രിയേറ്റീവായിട്ട് പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. there can be other things that you can apply, but these are some of the pillars of being a creative problem solver. So with that, we would like to conclude our presentation part. Now you can ask questions, you can share thoughts. Gamaru, വേറെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഇല്ല, നമുക്ക് അതിന് മുമ്പ് എനിക്കൊന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തന്നാ തോന്നുന്നുണ്ട്. Yeah. Sure. അപ്പോ എല്ലാരും അപ്പോൾ അപ്പൊ എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ, മാക്സിമം എല്ലാരും, പോസിബിൾ ആയിട്ടുള്ള എല്ലാരും ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു നിങ്ങളെ ക്യാമറയിൽ എല്ലാരും കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? കമ്പ്യൂട്ടറിലല്ലേ? കമ്പ്യൂട്ടറിൽ എല്ലാരും കൂടി ഇതിനകത്ത് വരാനുള്ള മാർഗം ഉണ്ടോ നോക്കട്ടെ. അപ്പൊ വീഡിയോ ഓൺ ആക്കിയവരെ മാക്സിമം കിട്ടാൻ സാധ്യത. യെസ്, റെഡിയാണോ? ഒരു സെക്കൻഡ്. അപ്പൊ എങ്ങനെ പോസ് ചെയ്യണ്ടോ എല്ലാരും കിട്ടാൻ? ഇതിലെന്തോ ഒരു 10-25 പേരൊക്കെ വരണം, എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഇത് കൊള്ളാലോ, എല്ലാ കസേരയിലിരിക്കുന്ന ഒരു വ്യൂ കണ്ടല്ലോ. നിങ്ങൾക്ക് കാണണ്ടോ അത് എനിക്ക് മാത്രമേ കാണുള്ളൂ? അല്ല, ഞങ്ങളും കാണുന്നു. എല്ലാരും തിയേറ്ററിലേക്ക് ഇരിക്കുന്ന പോലെ.
അല്ല ഇതിലിപ്പോ ഓക്കെ. നമ്മളുടെ ഒരു ഇനി സെക്കൻഡ് പോലെ ഇത് ഇനി കൊള്ളാൻ ഫോട്ടോ പരിപാടി. എടുക്കുന്ന വട്ടം കാണില്ലേ? ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ഫോട്ടോ എടുത്തുകളെ. അല്ലാതെ ഇപ്പൊ അപ്പൊ ഇത്രയും പേരുള്ളൂ. അപ്പൊ പോസ് ചെയ്യണ്ടേ? ആ പോസ് ചെയ്യാം ഇതിനകത്ത്. ഓക്കെ 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 ആ ഓക്കെ. അപ്പൊ ഒന്ന് പോസ് ചെയ്തോളൂ. യെസ്, ഗാലറി മോഡൽ ഇട്ടിട്ട് പോസ് ചെയ്യും. യെസ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബാക്കി അടുത്ത സൈഡിലുള്ള ആൾക്കാർ. ഓക്കെ അപ്പൊ നമുക്ക് ദ ഫ്ലോർ ഇസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നേരത്തെ ഒരു Yeah. യെസ് പറഞ്ഞ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ Yes. കാര്യങ്ങൾക്കും മാക്സിമം യെസ് പറയണമല്ലോ. യെസ് അപ്പോ ഞാൻ വേറൊരു സെക്ഷനിലോ അല്ലെങ്കിൽ വേറെ എവിടുന്നോട്ടായിട്ട് കേട്ടിട്ടുണ്ട്, നമ്മള് പറയേണ്ട സമയത്ത് നോ പറയണം. അത് Yeah. എസ്പെഷ്യലി ജോബിന്റെ കാര്യത്തിലായാലും ഒരു ടാസ്ക് ഒക്കെ അസൈൻ ചെയ്ത് തരുന്ന കാര്യത്തിലായാലും Yeah. ഇപ്പൊ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ നമ്മള് ഒരു കോഫി കുടിക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ലോങ്ങിലേക്കൊക്കെ വിളിക്കാൻ വെച്ചാലും അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലും നോ പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ Yeah. ഉണ്ടാവാറുണ്ട്. പറയേണ്ടി വരുന്നുണ്ട്. അപ്പം നോ പറയേണ്ട സ്ഥലത്ത് അപ്പൊ നോ പറയുന്നത് വേണ്ടേ? അത് കറക്റ്റ് ക്ലിയർ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബീങ് അസർട്ടീവ് ആവുക എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇഫ് യു ഹാവ് എ ഇഫ് യു ഫോളോ എ പാറ്റേൺ ഓഫ് സേയിങ് നോ ടു എവറിത്തിങ്, എല്ലാ പോസിബിലിറ്റികളോടും. കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളും സെർട്ടനിറ്റി അല്ല, പല കാര്യങ്ങളും പോസിബിലിറ്റിയാണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് കൊളാബറേഷൻ ഉണ്ടാവും. അപ്പൊ അയാളുടെ കൂടെ നമ്മൾ പോയിട്ട് ഒരു മീറ്റിംഗിന് ഇരുന്നാൽ അല്ലെങ്കിൽ അയാളുടെ കൂടെ ഒരു കോഫി കുടിച്ചാൽ ചിലപ്പോൾ അതിന് ഒരു വർക്ക് വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണുമോ, ഇത് ലൈക്ക് ചെയ്യുമോ, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയത് സക്സസ്ഫുൾ ആവുമോ എന്നുള്ള ഇത്തരം സാധ്യതകളുടെ മുമ്പിൽ യെസ് പറയുക എന്നുള്ളതാണ്. പക്ഷെ നോ പറയേണ്ട സമയത്ത് യു ഷുഡ് നോ ബൗണ്ടറീസ് ആർ എ ഡിഫറെന്റ് തിങ്. യു ഷുഡ് നോ യുവർ ബൗണ്ടറീസ് ആൻഡ് യു ഷുഡ് നോ ദ ബൗണ്ടറീസ് ഓഫ് അതർ പീപ്പിൾ. ബാക്കിയുള്ളവരുടെ ബൗണ്ടറീസ് അറിയണം. ആളുകളെ എപ്പോഴും നമ്മൾ ജീവിതത്തിലേക്ക് ഒരു ബൗണ്ടറി ഇല്ലാതെ വിളിച്ച് കയറ്റുക അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതല്ല, അസർട്ടീവ് ആവുക എന്നുള്ളത് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നോ പറയേണ്ട സമയത്ത് നോ പറയാൻ നമുക്ക് അറിയണം. ദിസ് ഇസ് അബൌട്ട് അത്തരം സാധ്യതകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്, ഡിസ്കഷൻസിൽ ഐഡിയാസിനെ വെൽക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനും ഒരു ബ്ലോക്ക് ഇടാതിരിക്കുക, ഒരു തട ഇടാതിരിക്കുക. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ യാത്രയുടെ കാര്യമൊക്കെ നമ്മളവിടെ പറഞ്ഞത്. ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ചില ആളുകളുടെ കൂടെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും യാത്രയെ പോകാത്ത ആളുകൾ ഉണ്ടാവും. അയാൾ എപ്പോൾ ചോദിച്ചാലും ഇറ്റ്സ് ഓൾവേസ് എ നോ. അപ്പൊ ദെൻ ഇറ്റ് ഹാസ് ടു ബി എ നോ. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോ പറയേണ്ടപ്പോൾ നോ തന്നെ പറയണം. നോ പറയാൻ യെസിനേക്കാളും ഉറച്ച രീതിയിൽ നോ പറയാൻ നമുക്ക് അറിയണം. ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ജുനൈദ്, താങ്ക് യു ഫോർ ചോദിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവനി ഒന്നും കൂടെ പിന്നെ ഒരു എക്സാമ്പിൾ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അവരുടെ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞിരുന്നില്ലേ? അതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ സെയിൻഫീൽഡ് സീരീസ് കണ്ടിട്ടുണ്ടോ? സെയിൻഫീൽഡ് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ, പിന്നെ പ്രൈമിലാ നെറ്റ്ഫ്ലിക്സിലാണ് ഏതിലാന്ന് ഓർമ്മയില്ല. അപ്പോൾ പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ലൈഫ് ജേർണിയാണ്. പുള്ളി തന്നെയാണ് അതിനകത്ത് ലീഡ് ക്യാരക്ടർ. പുള്ളി തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റിംഗും ചെയ്തിട്ടുള്ളത് തോന്നുന്നു. പുള്ളി US അറിയപ്പെടുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. കുറച്ച് പഴയ വെബ് സീരീസ് ആണ്. അപ്പൊ അതിനകത്ത് പുള്ളി സ്റ്റാൻഡപ്പ് കോമഡിക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ഒരു അപ്രോച്ച് പറയുന്നുണ്ട്. പുള്ളി എപ്പോഴും ജോക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. 500-1000 ജോക്കുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും ടീമും കൂടി ഇരുന്നിട്ട് ഈ ജോക്കുകൾ അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ കംസ് ടു ഹിസ് മൈൻഡ് ഹി ആഡ്സ് ഓൾ ഓഫ് ദം. എല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, കയറിക്കോട്ടെ. അപ്പൊ ഇത് ചളിയാണെന്ന് അപ്പ അയാൾ പറയില്ല. ഇതൊരു ചളിയാണ്, ഇതൊന്നും കേട്ടാലും ചിരിക്കൂല എന്ന് അപ്പ പറയൂല. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. യെസ്. ഇനി അടുത്ത സ്റ്റേജാണ് ഫിൽട്ടറിങ് ഔട്ട്. ആ സ്റ്റേജിൽ മൂപ്പർ എന്ത് ചെയ്യും? അതിനകത്ത് കുറച്ച് സാധനങ്ങൾ റിമൂവ് ചെയ്യും. കേട്ടാൽ അപ്പൊ വായിക്കുമ്പോൾ ചിരി വരാത്ത സാധനങ്ങൾ റിമൂവ് ചെയ്യും. എന്നിട്ട് മൂപ്പർ എന്ത് ചെയ്യും? വീണ്ടും ആ ലിസ്റ്റ് പിന്നെ അടുത്ത ദിവസം വീണ്ടും നോക്കും. ആ സമയത്ത് രണ്ടാമത് കേട്ടിട്ട് പോലും വായിക്കുമ്പോൾ പോലും ചിരി വരുന്ന സാധനങ്ങൾ മാത്രം റിട്ടേൺ ചെയ്യും, ബാക്കി റിമൂവ് ചെയ്യും. മൂന്നാമതും കേൾക്കും. അപ്പൊ ആദ്യം എല്ലാത്തിനോട് യെസ് പറയുക, പിന്നെ കുറെ സാധനങ്ങളോട് നോ പറയുക. അപ്പൊ ഇത് ബേസിക്കലി ഒരു ക്രിയേറ്റീവ് ഫിൽട്ടറിംഗ് പ്രോസസ്സാണ്. നമ്മൾ ആദ്യമേ നോ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഫിൽട്ടർ ചെയ്യാൻ. അപ്പോൾ സോ ബേസിക്കലി ദാറ്റ് ഇസ് ദി ഐഡിയ. അപ്പൊ യെസ് ആൻഡ് നോ രണ്ടും ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഫിൽട്ടറാണ്. നമ്മൾ യെസ് പറഞ്ഞിട്ട് ആദ്യമേ നോ പറഞ്ഞ് ഫിൽട്ടർ ചെയ്താൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല.
ഇപ്പൊ നമ്മൾ 10 ഐഡിയാസ് ആലോചിക്കുകയാണ്, യൂട്യൂബ് വീഡിയോ ഏത് ടോപ്പിക്കിൽ ചെയ്യും, 10 ഐഡിയാസ്, ഐഡിയ 1, ഐഡിയ 2, ഐഡിയ 3, എല്ലാത്തിനോടും നമ്മൾ നോ പറയാം. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പൊ അതിന് പകരം നമ്മൾ പറയാം ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, 10 എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ ആലോചിക്കണം ഇതിൽ 9 എണ്ണം വേണ്ട, പിന്നെ നമ്മൾ അടുത്ത ദിവസം ഇതിൽ ഈ ഒരെണ്ണം കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഐഡിയാസ് മനസ്സിൽ വരുമ്പോൾ അപ്പം തന്നെ നോ പറയും. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സ്റ്റേജിൽ നോ പറയാതിരിക്കുക. അപ്പൊ ഇതിനെ ബേസിക്കലി എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ്. നമ്മൾ ആദ്യം ഡൈവേർജ് ചെയ്യും, എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യും, എല്ലാം കാണും, എല്ലാ പോസിബിലിറ്റീസും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും, ആവശ്യമുള്ളത് മാത്രം എടുക്കും, ബാക്കി എല്ലാം റിമൂവ് ചെയ്യും. അപ്പൊ അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഫിൽട്ടറാണ്. ആദ്യ ഘട്ടത്തിൽ എല്ലാ പോസിബിലിറ്റീസിനോടും യെസ് പറയുക, പിന്നെ ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യുക, ഒക്കെ എല്ലാത്തിനോടും നോ പറയുക. പക്ഷെ ജുനൈദ് ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അത് ആ ഒരു ഐഡിയ റോങ് ആയിട്ട് വരുമായിരുന്നു. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് അസർട്ടീവ്. ഒരാൾ നമ്മളെ സിനിമയ്ക്ക് പോകാൻ വിളിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കാൻ വിളിക്കുക, അത്തരത്തിൽ നമ്മൾ പോകാൻ അത് അർഹിക്കാത്ത ഒരാളുടെ കൂടെ നമ്മൾ പോവാതിരിക്കുക, ഒരു വട്ടം പോലും പോവാതിരിക്കുക, റിപ്പീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും പോവാതിരിക്കുക. അപ്പോൾ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. ദിസ് ഇസ് നോട്ട് അബൌട്ട് ബീങ് അസർട്ടീവ് ആവുന്നതിനെ കുറിച്ചുള്ള കാര്യമല്ല, ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിവിറ്റി. ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ഇപ്പോ കറക്റ്റ് ടൈമിലാണ് ഓടിക്കൊണ്ട് 8:59 ആയിട്ടുണ്ട്. യെസ്. സോ എനിക്ക് തോന്നുന്നത് ഞാൻ അനീസിനെ കൈമാറാണ്. അതിനു മുമ്പ് നമ്മള് ഇതില് എനിക്ക് സന്തോഷമുണ്ട് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ. അതിന്റെ കൂടെ തന്നെ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞാലും കണക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രൂപ്പിലുണ്ട്, ഞങ്ങൾ 2 പേരും ഗ്രൂപ്പിലുണ്ട്. എന്റെ പേരിന് പരിചയപ്പെടാത്തവർക്ക് എന്റെ പേര് കമറുദ്ദീൻ, വിനീത്, 2 പേരും സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ആക്റ്റീവ് ആണ്. കണക്ട് ചെയ്യാം. പ്രൊഫഷണലി ഞങ്ങൾ ചെയ്യുന്നത് ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആണ്. അപ്പൊ ഇത്തരം സപ്പോർട്ടുകൾ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആൻഡ് അപ്പോ അനീസിലേക്ക് വെറുതെ ആഡ് ചെയ്യണ്ടോ? അനീസിനെ കൈമാറാണ്. യെസ്. Thank you, Anis, for this opportunity and innovative thought. Yes, thank you. Thank you, Anis. And thank you all. Hi, Kamruka, വിനീത് ഭായ്. എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് വേറെ ഒന്നും ആലോചിക്കാതെ കമറുക്ക അത് യെസ് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണം, വേറെ ഒന്നും ആലോചിച്ചില്ല, നമുക്ക് ചെയ്യണമെന്നുള്ള രൂപത്തിലാണ് കമറുക്ക സംസാരിച്ചത്. കമറുക്കാനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കമറുക്കാനെ പരിചയപ്പെടുന്നത് ഒരു 16,000 ഫീറ്റ് മുകളിൽ നിന്നാണ്, മൗണ്ടൻസ് നിന്നാണ് പരിചയപ്പെടുന്നത്. നല്ല തണുപ്പുള്ള ഒരു ചുറ്റും മഞ്ഞൊക്കെ ഒരു സിനാരിയോ എന്നാണ് കമറുക്കാൻ എനിക്ക് കിട്ടുന്നത്. അപ്പൊ അന്ന് തുടങ്ങി വന്ന കുറച്ചു കാലമായി, 1 വർഷത്തിൽ കൂടുതലായി കമറുക്കാന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുണ്ട്. പിന്നെ ഇപ്പോ എനിക്ക് താങ്ക്സ് പറയാനുള്ള ഇതിനകത്ത് വന്ന എല്ലാവരും, ഒരു ഇവന്റ് ഞാൻ അസോസിയേറ്റ് ഐക്കണായി നിന്നതുകൊണ്ട് ഒരു ഇവന്റ് വെച്ച സമയത്ത് ഇവിടെ ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എന്നാലും ഒരു 20% ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. വർഷാനോട് പറഞ്ഞ നമ്മൾ 20 ഒക്കെ മതി. ഞാൻ കമർഖാനോട് പറഞ്ഞു 20 ഉണ്ടാവുള്ളൂ പറഞ്ഞപ്പോ അത് കൂടിയാലും കുഴപ്പമില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ ഇത് 20 ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇതിനകത്ത് 40+ ആളുകൾ വന്നത് തന്നെ വലിയ സന്തോഷം. ആ സന്തോഷമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. എന്താ പറയാ, ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോയിൽ വരാൻ, ഓഡിയോ ഫുള്ള് കേട്ടിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ബ്ലോക്കിലൊക്കെ തിരക്കപ്പെട്ടു പോയി. എന്തായാലും കമറുക്ക താങ്ക്സ്, വിനീത് ഭായ് താങ്ക്സ്, നന്ദി. ഫൻസാന ഹാൻഡ് ഓവർ ചെയ്യാണ്. ഫൻസാന. ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് ഓഡിയോ മാത്രം കുറച്ചു നേരം കേൾക്കേണ്ടി വന്നു. ഞാൻ വിചാരിക്കാത്തൊരു ലോക്കിൽ ഞാനും പെട്ടു. ഞാൻ ഫുൾ ഫ്രീ ആക്കി വെച്ചതായിരുന്നു, വേറെ ഒരു കമ്മിറ്റ്മെന്റും എടുത്തില്ല. ഇന്ന് ക്ലിനിക്കിലും ലീവായിരുന്നു. മൊത്തത്തിൽ ഞാനും അവൈലബിൾ ആക്കിയെന്ന് വെച്ചാൽ, കാരണം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എങ്ങനെ മോട്ടിവേഷനിലായാലും അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ബിലീഫിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് മെയ്ഡപ്പ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് ഫേക്ക് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് നിങ്ങൾ 2 പേരെയും ഞങ്ങൾ കണ്ടു. കാരണം നിങ്ങൾ പറയുന്നൊക്കെ ഫ്രം ബോട്ടം ഓഫ്, അതായത് ഓൾ യുവർ എന്താ പറയാ, നിങ്ങളുടെ റിസർച്ചിലും നിങ്ങൾ വായിച്ച പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ എങ്ങനെ വെർബലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു. ഒരു സമയത്ത്
ഞാൻ എന്റെ വർക്കിന്റെ കാര്യത്തിലും പല കാര്യമായിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ പൊട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ കമറുഖാനെ വിളിക്കുകയും കമറുക്ക വാ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങളൊരു തെങ്ങിന്റെ ചോട്ടിലല്ലേ കമറുക്ക ഇരുന്ന് ഏതോ ഒരു പാടത്ത് പറമ്പില് അതെ അതെ അവിടെ ഇരുന്നിട്ട് നല്ല നമുക്കൊരു സെഷൻ ഓഫ്ലൈൻ ആയിരുന്നു. പരിപാടി സെറ്റ് ആക്കണം ഫർസാന. ഉറപ്പായിട്ടും ഇതൊക്കെ ഓഫ്ലൈൻ ആയിട്ട് കുറെ ആൾക്കാർക്ക് കിട്ടണം. ഒരുപാട് ആൾക്കാർ ചിലപ്പോ എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ്റെതോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ ഉള്ളത് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റൈലിലാണല്ലോ വിചാരിക്കുക, അവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ റിയാസൊക്കെ എനിക്ക് തോന്നുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ചൈനക്കാരൻ ഐ ഡോണ്ട് നോ, റിയാസിനൊക്കെ ഇത് മുൻപ് കിട്ടിയതായിരിക്കാം. ജുനൈദ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. എനിക്കങ്ങനെ തോന്നുന്നു, അവരൊക്കെ ആ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട്. റിയാസിന് പറയാനുണ്ടാവും, പറഞ്ഞോളൂ. ഒന്നുമില്ലേ പറയാൻ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഈ എക്സ്പീരിയൻസ് ഇത് എങ്ങനെയുണ്ടോ? എന്റെ ഇപ്പൊ ഫസ്റ്റ് ഷാഹിദിനെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു എനിക്ക് ക്ലാസ്. അറിയില്ല എന്ന് തോന്നുന്നു. SOC മെമ്പർ ആണോ ഷാഹിദ് എന്ന് എനിക്ക് അറിയില്ല. റോങ് ഇഫ് ഐ എം. ഷാഹിദ് SOC സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റ് മെമ്പർ ആണോ എന്ന് എനിക്ക് അറിയില്ല. റിയാസ് പറഞ്ഞോളൂ. ഇല്ല എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുപോലത്തെ ഒരു ക്ലാസ്, ഒരു സെഷൻ. ഞാൻ റിയാസിനെ ആദ്യമായിട്ട് കാണാം ഫേസ് അല്ലേ ഞങ്ങൾ എല്ലാരും റിയാസിനെ കേൾവി മാത്രമേ ഉള്ള ആളാണ്. വിന്നിയോട് പറയാം, ഹീസ് റിയാസ് ചൈന. അതന്നാണ്, ചൈന തന്നെയാണ്, ഇറ്റ്സ് നോട്ട് ചീന. അയ്യോ ചൈന ആണല്ലേ? അതെ അതൊരു ചൈനയാണ്. ഓക്കെ. അപ്പോ എനിക്ക് തന്നെ ഉള്ളു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാൻ കിട്ടിയുള്ളൂ. ഓൺലൈൻ വരാൻ ഞാൻ ഓടി വന്ന് ഇരുന്നതാണ് പെട്ടെന്ന്. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു. എല്ലാവരും എന്തായാലും നമുക്കൊരു ഫീഡ്ബാക്ക് ഫോം ഒക്കെ ഷെയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എടുക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടേ പറയാട്ടോ. എന്റെ ഭാഗത്തുനിന്ന് നന്ദി തന്നെ പറയാനുള്ളൂ. ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത അനീസിനും അവന്റെ വിളിയിൽ അല്ലെങ്കിൽ ഐക്കൺ ഓഫ് ദ വീക്ക് ആയതിൽ സോഫാർ ദി ബെസ്റ്റ് ഐക്കൺ ടാസ്ക് ആയിരുന്നു ഇത്. അപ്പോൾ അതിൽ എനിക്ക് സന്തോഷമായി. നമ്മളെപ്പോഴും ഐക്കണിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവും, നമ്മൾ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എക്സ്പെക്ടേഷന്റെ മേലെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഫാർ ദി ബെസ്റ്റ് ഐക്കണിന്റെ ടാസ്ക് ആയിരുന്നു. അതിന് കൺഗ്രാറ്റ്സ് അനീസ്. പിന്നെ ബാക്കി കേട്ട എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിന് എടുക്കാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് നൈറ്റ്. ഹാവ് എ ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു. അപ്പോ അനീസ് ബ്രോ, അപ്പോ എന്താണ് വൈൻഡ് അപ്പ് ചെയ്താലോ? ആർക്കും ഇല്ലല്ലോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. ഷാഹിദ് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ ഷാഹിദ്. ഇപ്പൊ പിന്നെ ഞാൻ അധികം ഇങ്ങനത്തെ സെഷനുകളിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോ ചില സെഷനെ ഇരുന്നിട്ടുള്ളൂ, ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും. പിന്നെ അല്ല, ഇന്നത്തെ ഈ ഓഡിയൻസിനെ കുറിച്ച് ട്രെയിനേഴ്സിന് എന്താണ് അഭിപ്രായം ഉള്ളത്? ബാക്കിയുള്ള അഭിപ്രായം മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതില് ഞങ്ങൾ ട്രെയിനിങ്സ് ചെയ്യാറ് എക്സ്പീരിയൻഷ്യൽ വേയിലാണ് ചെയ്യാറ്. അപ്പൊ അതില് നമ്മളൊരു സെഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോളജ് മാത്രമല്ല, ഇതിൽ ആ പ്ലേസ് ഇമ്പോർട്ടന്റ് ആണ്, ആ പീപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, ഫെസിലിറ്റേറ്റർ ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഭംഗിയായിട്ട് മുന്നോട്ട് പോകുക. അപ്പൊ ഇതില് എല്ലാവരും നന്നായിട്ട് ഇൻവോൾവ് ചെയ്തു, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റി. ദാറ്റ്സ് മൈ ഒബ്സർവേഷൻ. വിന്നി, വാട്ട്സ് യുവർ? സെയിം ഹിയർ. നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് സെഷൻ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അതില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണ്, നമ്മൾ കണ്ണാടിയിൽ നോക്കി അല്ലെങ്കിൽ ഒരു ഭിത്തിയിൽ നോക്കി സംസാരിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. വി ആർ നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എന്റർടൈനേഴ്സ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന ആൾക്കാരെ പോലെ വി ആർ നോട്ട് ഇൻ ദാറ്റ് സെൻസ്. വി ആർ നോട്ട് അങ്ങനത്തെ ക്രിയേറ്റീവ്സ് അല്ല. സോ വി ക്യാൻ ഓൺലി ബി ക്രിയേറ്റീവ് ഇൻ കൊളാബറേഷൻ വിത്ത് അതർ പീപ്പിൾ. സോ ഇറ്റ് മാറ്റേഴ്സ് how the audience respond. അപ്പോൾ ആ നിലയ്ക്ക് this was like really wonderful. Thank you so much. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ വൈകാതെ തന്നെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. ഒരു ഓഫ്ലൈൻ സെഷന് വേണ്ടി ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നു. എന്നെ ചോദിച്ചാൽ ഞങ്ങൾ യെസ് ആൻഡ് പറയും. താങ്ക് യു സോ മച്ച്. Okay, good night. Thank you.
ഓക്കെ, താങ്ക് ഗുഡ് യു. നൈറ്റ്, ഗുഡ് നൈറ്റ്. No problem.